അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, പവറിനെ കുറിച്ചായിരുന്നു. അപ്പം ഫക്കോൾട്ടി ആൻഡ് വ്യൂ ഓഫ് പവർ ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അടുത്തത് സ്റ്റീവൻ ലൂക്സിന്റെ ത്രീ കോൺസെപ്റ്റൽ മാപ്സ് വിച്ച് റിവീൽസ് ദ ഡിസ്റ്റിങ്ക്റ്റിംഗ് ഫീച്ചർ ഓഫ് ത്രീ വ്യൂസ് ഓഫ് പവർ. ഒരു ത്രീ വ്യൂസ് ഓഫ് പവർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ പവറിനെ സമ്മറൈസ് ചെയ്തേക്കുന്ന ഒരു 3 വ്യൂസ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് പ്ലൂറലിസ്റ്റ് വ്യൂ. വിച്ച് ഹി കോൾസ് വൺ ഡയമെൻഷണൽ വ്യൂ. അപ്പോൾ വൺ ഡയമെൻഷണൽ വ്യൂവിനെ എന്തും പറയുന്നുണ്ട്, പ്ലൂറലിസ്റ്റ് വ്യൂ എന്നും പറയാറുണ്ട്. വ്യൂ ഓഫ് ക്രിട്ടിക്സ് ഓഫ് പ്ലൂറലിസം വിച്ച് ഹി കോൾഡ് ടു ഡയമെൻഷണൽ വ്യൂ. അപ്പം ഈ പ്ലൂറലിസ്റ്റ് വ്യൂവിന്റെ ഒരു ക്രിട്ടിക് ആയിട്ട് വരുന്നതാണ് ടു ഡയമെൻഷണൽ വ്യൂ എന്ന് പറയുന്നത്. തേർഡ് വ്യൂ ഓഫ് പവർ വിച്ച് ഹി കോൾസ് ത്രീ ഡയമെൻഷണൽ വ്യൂ. ഓക്കെ, അങ്ങനെ 3 ഡയമെൻഷനിലാണ് പറഞ്ഞത്. ഈ 3 ഡയമെൻഷനെ നമുക്ക് എന്താണ് ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് അതിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു മീനിങ് എന്ന് നോക്കാം. ഓക്കെ, വൺ ഡയമെൻഷണൽ വ്യൂ ഓഫ് പവർ. ഹിയർ ദ ഫോക്കസ് ഇസ് ഓൺ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ഫോക്കസ് എന്താണ്, ഡിസിഷൻ മേക്കിംഗിലാണ് വൺ ഡയമെൻഷൻ ഓഫ് പവറിൽ. എന്താണ് പവർ ഈ പറയുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ എക്സസൈസ് ചെയ്യുന്നു. ഓക്കെ, ആരുടെ മുകളിൽ, ബാക്കിയുള്ള ആൾക്കാരെ എന്ത് ചെയ്യുന്നു, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള ആൾക്കാരിലേക്ക് എന്താണ് ഈ പവർ എക്സസൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരാളോ ഒരു കൂട്ടം ആൾക്കാരോ എന്ത് ചെയ്യുന്നു, ഒരു ഡിസിഷൻ എടുക്കുന്നു, അത് ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നു. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് ആ പറയുന്ന രീതിയിൽ ഒരു അതോറിറ്റി ഉണ്ട്. അപ്പം അവിടെ ഒരു പവർ ആണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് എന്താണ് ഈ പറയുന്ന രീതിയിൽ നിയമങ്ങളാകാം, ഓക്കെ, ലോസ് ആവാം, പോളിസീസ് ആവാം, ഓക്കെ, അല്ലെങ്കിൽ കമാൻഡ്സ് ആകാം, എന്തും ആകാം. ഓക്കെ, ഇപ്പൊ എന്താണ് നമ്മൾ ഈ പറയുന്ന പോലെ ഇന്ത്യൻ മിലിറ്ററി ചീഫ് ഇരുന്നിട്ട് പട്ടാളക്കാരോട് ഒരു കമാൻഡ് ചെയ്യാണ്. ഓക്കെ, കമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ദേ ആർ ഒബ്ലൈഡ് ടു ഡു ദാറ്റ്, അല്ലെ, ദേ ആർ ഒബ്ലൈഡ് ടു ഡു ദാറ്റ്. ഓക്കെ, അതാണ് ഒരു നിയമം വന്നു കഴിഞ്ഞാലാണ്. ഓക്കെ, നിയമം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സിറ്റിസൺസ് നമ്മളത് എന്താണ് ഫോളോ ചെയ്യാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. ഓക്കെ, അപ്പം അതാണ് ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു കാര്യം. അതായത് ഒരാളോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരോ ഓക്കെ എടുക്കുന്ന ഡിസിഷൻസ് ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യിപ്പിക്കുന്നു. സെക്കൻഡ് വൺ ആണ് ടു ഡയമെൻഷണൽ വ്യൂ ഓഫ് പവർ. ഹിയർ ദ ഫോക്കസ് ഇസ് ഓൺ അജണ്ട സെറ്റിംഗ്. ഓക്കെ, അപ്പം പവർ എന്ന് പറയുന്നത് സ്റ്റീവൻ ലൂക്സ് പറയുന്നത് ചുമ്മാ ഡിസിഷൻ എടുക്കുന്നത് മാത്രമല്ല പവർ, ആൾക്കാർ എന്ത് ഡിസ്കസ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് പവർ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അജണ്ട സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതൊരു ഹിഡൻ പവർ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതൊരു ഹിഡൻ പവർ ആണെന്ന് പറയാം. അതായത് ആൾക്കാർ എന്ത് ചർച്ച ചെയ്യണം, ഓക്കെ, ഒരു പൊളിറ്റിക്കൽ അജണ്ട, സമൂഹത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് മാത്രം മതി ചർച്ച എന്ന രീതിയിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അപ്പൊ എന്ത് പറ്റുന്നു, ഈ പറയുന്ന രീതിയിൽ ആൾക്കാർ വേറെ രീതിയിലുള്ള ഡിമാൻഡ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന ചർച്ചകളെ സപ്രസ് ചെയ്യുന്നു. ഓക്കെ, സപ്രസ് ചെയ്യുന്നു. അപ്പം സർക്കാർ അല്ലെങ്കിൽ സ്റ്റേറ്റ് തന്നെ ഒരു അജണ്ട സെറ്റ് ചെയ്ത് വെക്കുന്നു, ഈ രീതിയിലുള്ള ചർച്ചകൾ മാത്രം മതി എന്ന രീതിയിൽ ഒരു ഐഡിയ അവിടെ കൊണ്ടുവെക്കുന്നു. വേറെ രീതിയിലേക്ക് ചർച്ചകൾ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് സപ്രസ് ചെയ്യപ്പെടുന്നു. അജണ്ട സെറ്റിംഗ് എന്താണ്, ഒരു ഹിഡൻ പവർ ആണ്. ഓക്കെ, ഇപ്പം പറയുകയാണെങ്കിൽ അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ വലിയ റോള് മീഡിയക്ക് ഉണ്ട്. ഓക്കെ, നമ്മൾ എങ്ങനെ ചിന്തിക്കണം, ഓക്കെ, നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ മീഡിയക്ക് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയക്ക് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ ഫോർമുലേറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയക്ക് വലിയ പങ്കുണ്ട്. അതേണക്ക് തന്നെയാണ് അജണ്ട സെറ്റ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ ചിന്തിക്കണം, നമ്മൾ എന്ത് ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് മീഡിയയും കോർപ്പറേറ്റ്സും ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അജണ്ട സെറ്റിംഗ് എന്താണ്, ഒരു ഹിഡൻ വ്യൂ ഓഫ് പവർ ആണ്. ഓക്കെ, പവർ എന്ന് പറയുന്നത് എന്താണ്, ഡിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസിഷൻ എടുക്കുന്ന മാത്രമല്ല പവർ, ആൾക്കാർ എന്ത് ഡിസൈഡ് ചെയ്യണം, ആൾക്കാർ എന്ത് ഡിസ്കസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് എന്താണ്, പവർ ആണ്. ഓക്കെ, തേർഡ് ഡയമെൻഷൻ ഓഫ് പവർ ആണ് ഐഡിയോളജിക്കൽ ഓർ സൈക്കോളജിക്കൽ പവർ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതാണ് തോട്ട് കൺട്രോൾ പ്രോസസ്. ഓക്കെ, ത്രീ ഡയമെൻഷൻ തോട്ട് കൺട്രോൾ പ്രോസസ്. എന്താണ് തോട്ട് കൺട്രോൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഞങ്ങൾ നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു പവർ ആണ് എന്ന് ആൾക്കാരെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യുക വിത്തൗട്ട് റിയലൈസിങ് ഇറ്റ്. ഓക്കെ, വിത്തൗട്ട് പീപ്പിൾ റിയലൈസിങ് ഇറ്റ്. അതായത് ആൾക്കാർ അത് റിയലൈസ് ചെയ്തിട്ട് ദേ ഷുഡ് ബി പാർട്ട് ഓഫ് ദാറ്റ് സിസ്റ്റം. ഓക്കെ, their consciousness should work like that. Okay, അപ്പം എന്താണ്, they should be part of that system, their consciousness should work like that. അപ്പം അങ്ങനത്തെ ഒരു രീതിയിലാണ് തേർഡ് പവർ നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് തോട്ട് കൺട്രോൾ പ്രോസസ് എന്ത് ചെയ്യണം, ഈ പറയുന്ന നമ്മുടെ ഈ പവർ ഡോമിനേഷനെ എന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം വിത്തൗട്ട് റിയലൈസിങ്. ഓക്കെ, അപ്പം അത് ഏത് രീതിയിലും ആകാം, ഐഡിയോളജിക്കൽ ആകാം. ഓക്കെ, ഇതും ഒരു അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ ആകാം, ഐഡിയോളജിക്കൽ ആണ് ബേസിക്കലി. ഓക്കെ, അപ്പം എന്താണ്, ഇതും ഒരു ടൈപ്പ് ഓഫ് ഹിഡൻ പവർ ആണ്. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ മാർക്സിസത്തിലല്ല ക്യാപിറ്റലിസത്തിലൊക്കെ പറയുന്ന ഒരു ഐഡിയ ആണ് എന്താണ്, ഇന്നിക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇന്നിക്വാലിറ്റി എന്ന് പറയുന്നത് നാച്ചുറൽ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ഒരേ കണക്ക് സ്കിൽ ഉണ്ടാവില്ല, ചില ആൾക്കാർക്ക് കൂടുതൽ സ്കിൽ ഉണ്ടാവും, അവർ ഡോമിനേറ്റ് ചെയ്യും. അവിടെ എന്താണ്, അവിടെ ഈ പറയുന്ന രീതിയിൽ ഒരു തോട്ട് കൺട്രോൾ പ്രോസസ് ആണ്. ഓക്കെ, എനിക്ക് കഴിവ് കുറവാണ്, അപ്പൊ എന്നെ മുകളിൽ ഡോമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്നെ ലീഡ് ചെയ്യാൻ ഒരാൾ വേണം എന്ന രീതിയിൽ ഒരു തോട്ട് ഒരു സൈക്കോളജിക്കൽ സാധനം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ അതും ഒരു പവർ ആണ് എന്നാണ് സ്റ്റീഫൻ ലൂക്സ് പറയുന്നത്. Stephen Lukes argues that the first two views of power are inadequate, claiming that the three-dimensional view is a better means for investigation of power relations. Okay.
3 ഡയമെൻഷണൽ വ്യൂസിന് എന്താണ് ഒരു ബെറ്റർ മീൻ ആയിട്ടാണ് പറയുന്നത്. പവർ റിലേഷൻസിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ബെറ്റർ മീൻ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഈ 3 ഇത് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണ് ഡിസിഷൻ മേക്കിംഗ്, അജണ്ട സെറ്റിംഗ്, തോട്ട് കൺട്രോൾ പ്രോസസ്. ഓക്കെ, സൈക്കോളജിക്കലാണ്, ഇത് 2 സൈക്കോളജിക്കലാണ്, ഇത് 2 ഹിഡനാണ്. ഇത് പിന്നെ നമുക്ക് വിസിബിൾ ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ പവർ കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് അതോറിറ്റിയും ലെജിറ്റിമിറ്റിയും നോക്കാം. അപ്പൊ അതോറിറ്റിയും ലെജിറ്റിമിറ്റിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ടോപ്പിക്. നമുക്ക് ഫസ്റ്റ് അതോറിറ്റി നോക്കിയിട്ട് ലെജിറ്റിമിറ്റി നോക്കാം. ഓക്കെ, ലെജിറ്റിമസി നോക്കാം. അപ്പൊ അതോറിറ്റിയും ലെജിറ്റിമസി എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ടോപ്പിക് ആണ്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ അധികാരം, ലെജിറ്റിമസി എന്ന് പറഞ്ഞാൽ ലെജിറ്റിമേറ്റ് അതോറിറ്റി എന്നാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അതായത് എന്താണ്, നിയമാനുസൃതമായ അധികാരം. ഓക്കെ, എങ്ങനെയാണ് ഈ നിയമാനുസൃതമായ അധികാരം ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിയമാനുസൃതമായ അധികാരം ആൾക്കാരിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ മാക്സ് വെബറിന്റെ ഒരു 3 ക്ലാസിഫിക്കേഷൻ പഠിക്കും. ലെജിറ്റിമസിയുടെയും അതോറിറ്റിയുടെയും ക്ലാസിഫിക്കേഷൻ അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ലെജിറ്റിമേറ്റ് പ്ലസ് പവർ ഇസ് അതോറിറ്റി. ഓക്കെ, എന്താണ് നിയമാനുസൃതമായ ഒരു അധികാരത്തിന് അല്ലെങ്കിൽ ശക്തിനെയാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അധികാരം എന്ന് പറയുന്നത്. ഓക്കെ, അതോറിറ്റി ഇസ് ദ റൈറ്റ് ടു ഡു എ തിങ്. അതോറിറ്റി എന്താണ്, ഒരു കാര്യം ചെയ്യാനുള്ള റൈറ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു കാര്യം ചെയ്യാനുള്ള, ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിക്ക് ഇത് ചെയ്യാനുള്ള ആ ഒരു റൈറ്റിനെയാണ്, ഒരു കാര്യം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പോളിസി കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു സിസ്റ്റത്തിനെ കർട്ടൈൽ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ആ റൈറ്റിനെയാണ് അതോറിറ്റി, അധികാരം എന്ന് നമ്മൾ പറയുന്നത്. Power is often used to mean authority when we speak of giving someone legal powers. Okay. Power is often used to mean authority when we speak of giving someone legal powers. അപ്പം പവർ എന്ന് പറഞ്ഞാൽ ഈ ലീഗൽ പവേഴ്സുമായിട്ട്, ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ലെജിറ്റിമസി. ഓക്കെ, ഈ ലെജിറ്റിമസിയാണ് ഈ ലീഗൽ പവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലെജിറ്റിമസി എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായ എന്നാണ് ലെജിറ്റിമസിയുടെ വാക്കിന്റെ അർത്ഥം. ഓക്കെ, അപ്പം അങ്ങനെ കൊടുക്കുന്നതാണ് ബേസിക്കലി പവർ മുഖേന കൊടുക്കുന്നതിനാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയുന്നത്. പേഴ്സൺ വിത്ത് പവർ ഹോൾഡ്സ് എ സ്പെഷ്യൽ ഓഫീസ്. ഓക്കെ, എന്താണ് ഒരു ഈ പറയുന്ന രീതിയിൽ പവർ ഹോൾഡ് ചെയ്യുന്ന ഈ അതോറിറ്റി ഉള്ള ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ഓഫീസ് ക്യാരി ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പം എന്താണ്, ഒരു മിനിസ്റ്റർ ആകാം, പ്രസിഡന്റ് ആകാം, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിന്റെ സിഇഒ ആകാം. ഓക്കെ, അപ്പൊ അങ്ങനെ പല രീതിയിലാകാം. ദിസ് മീൻസ് ദാറ്റ് ഹി ഹാസ് അതോറിറ്റി ആൻഡ് ഇസ് ഏബിൾ ബൈ വെർച്യൂ ഓഫ് ദാറ്റ് പൊസിഷൻ ടു ഗെറ്റ് അതേഴ്സ് ടു ഡു വാട്ട് ഹി ടെൽസ് ദം ടു. എന്താണ്, അപ്പം ഇതുവഴി എന്താണ്, ഈ ക്യാരി ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ ഈ പറയുന്ന പവർ ഹോൾഡ് ചെയ്യുന്നത് വഴി ഇവർക്ക് ഈ ലെജിറ്റിമേറ്റ് അതോറിറ്റി ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യുന്നു, അവർക്ക് ഈ പറയുന്ന ഒരു വേർച്യൂ കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു അതോറിറ്റി കിട്ടുന്നു. എന്താണ്, ബാക്കിയുള്ളവരെ കൊണ്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ. ദിസ് പവർ ഇസ് ദ എക്സസൈസ് ഓഫ് അതോറിറ്റി. ദാറ്റ് ഇസ് വൈ ദ വേർഡ് പവർ ക്യാൻ ബി യൂസ്ഡ് ടു മീൻ അതോറിറ്റി. അതുകൊണ്ടാണ് എന്താണ്, പവർ എന്ന് പറയുന്ന വാക്കിനെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്, അതോറിറ്റിയുമായിട്ട് ചേർത്ത്. ഇന്നലെ തന്നെ നമ്മൾ പവർ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ എന്താണ് പറഞ്ഞത്, അധികാരം എന്നാണ് പറഞ്ഞത്. പക്ഷെ അധികാരം എന്ന വാക്കിന്റെ കറക്റ്റ് മീനിങ് എന്താണ്, അധികാരം എന്നാണ്. അധികാരം എന്നാണ് പറഞ്ഞത്, അതോറിറ്റിയാണ്. ഓക്കെ, അതോറിറ്റിയുടെ മലയാളം വാക്കാണ് അധികാരം. പക്ഷെ നമ്മൾ പവർ എന്ന് പറയുന്ന വാക്കിന് എന്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതോറിറ്റി എന്ന് പറയുന്ന വാക്കും ആയിട്ട് ചേർത്ത് വെച്ചാണ്, അല്ലെങ്കിൽ അധികാരം എന്ന വാക്കും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് പവർ. നമ്മൾ നേരത്തെ പറഞ്ഞു, പവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാളെ കൊണ്ട് വേറൊരു കാര്യം ചെയ്യിപ്പിക്കുന്നതാണ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരാൾക്ക് നമുക്ക് വേണ്ട ഒരു കാര്യം വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമുക്ക് പവർ എന്ന് പറയാവുന്നുണ്ട്. അപ്പം അത് തന്നെയാണ് അതോറിറ്റി. ഓക്കെ, അപ്പം അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഇന്നലത്തെ ക്ലാസ്സിൽ ഒരാൾ പറഞ്ഞിരുന്നു പവറിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു അധികാരം എന്ന് പറഞ്ഞു. പക്ഷെ പവറിന്റെ ലിറ്ററൽ മീനിങ് മലയാളത്തിൽ എന്താ, ശക്തി എന്നാണ്. ഓക്കെ, അപ്പം അതോറിറ്റിയുടെ ലിറ്ററൽ മീനിങ് ആണ് അധികാരം. പക്ഷെ നമുക്ക് എന്താണ്, പവറിനെ നമ്മൾ അധികാരം വെച്ചിട്ടാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഈ ഡൈല്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആണ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. കാരണം പവർ ഉണ്ടെങ്കിൽ, ഈ പറയുന്ന പവർ സംഭവം ഉണ്ടെങ്കിൽ അതോറിറ്റി ഉണ്ടാവും. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് അതോറിറ്റി. ഓക്കെ, അതോറിറ്റിക്കും ലെജിറ്റിമസിക്കും ഒക്കെ ഇത് തന്നെയാണ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, മാക്സ് വെബറിന്റെ ക്ലാസിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. The German sociologist Max Weber suggested a threefold classification of the source of authority in a modern state. They are rational, legal, traditional, and charismatic authority. അപ്പോൾ മാക്സ് വെബർ പറയുന്നത് ഒരു 3-4 ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം അതോറിറ്റി നമുക്ക് 3 തിരിക്കാന്നാണ് മാക്സ് വെബർ പറയുന്നത്. ഓക്കെ, ലെജിറ്റിമസിനെ. ഓക്കെ, കാരണം ലെജിറ്റിമസിയാണ് അതോറിറ്റി. പവർ, ഓക്കെ, ആരും കൺഫ്യൂസ് ആകണ്ട. പവർ, ലെജിറ്റിമസി, അതോറിറ്റി. ഓക്കെ, ഇത് മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പാത്രത്തിലെ കാര്യങ്ങളാണ്. ഓക്കെ, ഒരേ എന്താണ്, ചേട്ടൻ അനിയന്മാരാണ് ഈ 3 പേരും. അതായത് എല്ലാവരും ഒന്നാണ്. ഓക്കെ, എല്ലാം ഒരേ കുടുംബത്തിലെ ആൾക്കാരാണ്. തെറ്റിപ്പോണം നമ്മൾ കാരണം ഈ അതോറിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ലെജിറ്റിമേറ്റ് ആയിരിക്കണം. ഓക്കെ, നിയമാനുസൃതമായ ഒരു കാര്യമായിരിക്കണം അതോറിറ്റി എന്ന് പറയുന്നത്. അതോറിറ്റി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, പവർ വേണം. ഓക്കെ, ആ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ. ഓക്കെ, ലെജിറ്റിമസി, അതോറിറ്റി, പവർ എന്ന് പറയുന്നത് ഓക്കെ ഒരേ കാര്യത്തിൽ നമുക്ക്, അല്ലെങ്കിൽ ഒരേ പാത്രത്തിൽ നമുക്ക് കൊണ്ടുവെക്കാവുന്ന കാര്യമാണ്. ഓക്കെ,
Rational legal authority is explicit and has the right to give orders and to have them obeyed by virtue of an official held within system or deliberately framed rules which set out rights and duties. റാഷണൽ ലീഗൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് ഈ ലെജിറ്റിമേറ്റ് അതോറിറ്റി ഉണ്ടല്ലോ, പ്രോപ്പർ ലെജിറ്റിമേറ്റ് ഈ ലോസ് ബൈൻഡ് ചെയ്തുകൊണ്ട് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ലെജിറ്റിമേറ്റ് അതോറിറ്റീനെയാണ് നമ്മൾ, അതായത് ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഒരു ഓഫീസ് ഒരു സ്പെഷ്യൽ ഓഫീസ് ഒക്കെ ക്യാരി ചെയ്യുന്ന ഒരു അതോറിറ്റി ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ റാഷണൽ ലീഗൽ അതോറിറ്റി എന്ന് പറയുന്നത്. Bureaucracy is the best example of rational legal authority. എന്താണ് bureaucrats ആണ് best example of rational legal authority എന്ന് പറയുന്നത്. When a citizen accepts the authority of a bureaucrat, he does so not because of anything else but due to the powers allocated to the official by a legal system. എന്താണ് ഒരു വ്യക്തി, ഇപ്പൊ നമ്മളാണെങ്കിൽ കൂടെ ഒരു ബ്യൂറോക്രാറ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ലീഗൽ സിസ്റ്റം അദ്ദേഹത്തിന് കുറച്ച് പവേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനെ നമ്മൾ അംഗീകരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ബ്യൂറോക്രാറ്റ്സിനെ അംഗീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പവറിനെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ ലെജിറ്റിമസിനെയാണ്, ആ ലോ വഴി അയാൾക്ക് കിട്ടിയ ലെജിറ്റിമസിനെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ലീഗൽ റാഷണൽ അതോറിറ്റി എന്ന് പറയുന്നത്. അടുത്താണ് ട്രഡീഷണൽ അതോറിറ്റി. Exists where a person such as a king or a tribal chief holds a superior position of command in accordance with long tradition and is obeyed because everyone accepts the sanctity of the tradition. Religious authority is of this kind. ഇപ്പൊ ട്രഡീഷണൽ അതോറിറ്റി എന്താണ്? ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ എന്താണ്, ഇപ്പം ഒരു കുടുംബത്തിന്, ഒരു ഫാമിലിക്ക് ചിലപ്പം ചില സ്ഥലങ്ങളിൽ ഇപ്പൊ നോർത്തിലൊക്കെ നമ്മൾ ഈ ഫ്യൂഡൽ സിസ്റ്റം ഒക്കെ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ എനിക്കറിയാവുന്ന തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒക്കെ നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ഫ്രണ്ടിന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഫ്യൂഡൽസ് ആണ്, ഇപ്പോഴും ഫ്യൂഡൽസ് ആണ്. അവർക്ക് കുറെ ലാൻഡ് ഉണ്ട്, അവിടെ ടെനൻസ് ആയിട്ട് കുറെ ആൾക്കാരുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ തന്നെയാണ് സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് ആ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറഞ്ഞത്. അതായത് കാലാകാലങ്ങളെ ഇവരൊരു കസ്റ്റം പോലെ അല്ലെങ്കിൽ ട്രഡീഷൻ പോലെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു അതോറിറ്റി ഉണ്ട്. ഓക്കെ, അത് ഇപ്പൊ ഈ ട്രൈബൽ ഗ്രൂപ്പ്സിലൊക്കെ അങ്ങനെ. ഇപ്പൊ നിങ്ങൾ നാഗാലാൻഡിലും ഈ കാശ്മീരിനെ പോലെ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരു സ്ഥലമാണ് നാഗാലാൻഡ്. അവിടെ ഈ പറയുന്ന പോലെ എനിക്കൊന്ന് 7-8 ട്രൈബ്സ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, അവർക്കുള്ള അവരുടെ ഈ ഇൻഡിജിനസ് കൾച്ചർ പോകാതിരിക്കാൻ വേണ്ടിയാണ് അവർക്ക് ഈ പറയുന്ന സ്പെഷ്യൽ സ്റ്റാറ്റസ് ഗവൺമെന്റ് കൊടുത്തേക്കുന്നത്. അപ്പം അവിടുത്തെ ഈ ട്രൈബ്സിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ട്രൈബ്സിന്റെ ഉള്ളിൽ തന്നെ അവരുടെ ഒരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, അവർക്ക് ഭയങ്കര ഒരു ഗവേണിംഗ് സിസ്റ്റം ഉണ്ട്. ആ ഗവേണിംഗ് സിസ്റ്റത്തിൽ ഈ പറയുന്ന പോലെ എന്താണ് ഈ ആൾക്കാർ ഒരു ഡെമോക്രാറ്റിക്കലി അല്ല വർക്ക് ചെയ്യുന്നത്. ഈ പറയുന്ന രീതിയിൽ ചില കുടുംബത്തിൽ നിന്നുള്ള ചില പെർട്ടിക്കുലർ ഒരു കാസ്റ്റ് ബേസ്ഡ് ഒരു ട്രൈബൽ ഗ്രൂപ്പുകളിൽ നിന്നുള്ള ആൾക്കാരാണ് അവിടെ ഈ അതോറിറ്റി വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ഈ നാഗാസ് എന്നൊക്കെ പറഞ്ഞ് ബോഡോസ് അല്ല നാഗാസ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ട്രൈബ് ഗ്രൂപ്പുകളുണ്ട്. അപ്പം അതൊക്കെ പറഞ്ഞ ട്രഡീഷണൽ അതോറിറ്റിയാണ്. ഓക്കെ, കാരണം അതോറിറ്റി എന്ന് പറയുന്ന കാര്യം കാലാകാലങ്ങളിൽ കസ്റ്റമറി ആയിട്ട് അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കുറച്ച് ആൾക്കാരുണ്ടാവും, അവരുടെ കയ്യിലാണ് ഈ പറയുന്ന അധികാരം. അവരെന്ത് ചെയ്യുന്നുണ്ട്? അവര് ബാക്കിയുള്ള ആൾക്കാരെ ഭരിക്കുന്നുണ്ട്. ഓക്കെ, അതൊരു ട്രഡീഷൻ പോലെ ഒബേ ചെയ്യുന്നുണ്ട്, ആൾക്കാർ ഒബേ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ട്രഡീഷണൽ അതോറിറ്റി. ഓക്കെ, റിലീജിയസ് അതോറിറ്റി അങ്ങനത്തെ ഒരു കാര്യമാണ്. ഓക്കെ, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കീപ്പ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു കാര്യമാണ്. Charismatic authority rests on the possession of exceptional personal qualities that cause a person to be accepted as a leader. Charismatic authority എന്താണ്? ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എന്താണ് ഒരു സൈക്കോളജി. കാരിസ്മാറ്റിക് അതോറിറ്റി ഒരു ടൈപ്പ് ഓഫ് സൈക്കോളജി, അതായത് ഒരാൾക്ക് കൂടുതൽ സ്കില്ലുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് ഒരു കരിസ്മ ഉണ്ട്, ഓറ ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം അയാളുടെ പേഴ്സണൽ ക്വാളിറ്റീസ് ആണ് നമ്മൾ അയാളെ ലീഡർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാളെ നമ്മളൊരു അതോറിറ്റേറ്റീവ് ഫിഗർ ആയിട്ട് കാണുന്നു. There may be qualities of saintly virtue giving their possessor lead or qualities of outstanding intellect or oratory that brings a following of loyal devotions in politics, in wars and other kinds of enterprises. എന്താണ് ഇപ്പം ഔട്ട്സ്റ്റാൻഡിങ് ക്വാളിറ്റീസ് ഉള്ള, ഓക്കെ, അതിപ്പം സെയിൻലി വേർച്യൂ ആകാം. ഓക്കെ, അതിപ്പം ഒരു റിലീജിയസ് സാധനത്തിൽ നമുക്ക് ഈ പറയുന്ന കരിസ്മാറ്റിക് അതോറിറ്റി ഉണ്ട്. അത് ഒരു വ്യക്തി തന്നെ ആവണമെന്നില്ല, അതൊരു റിലീജിയസ് വ്യക്തി മീൻസ് ഒരു തരത്തിലുള്ള ഈ പറയുന്ന റിലീജിയസ് സാധനങ്ങൾ ഇല്ലാത്ത വ്യക്തി ആവണമെന്നില്ല, റിലീജിയസ് വ്യക്തികളും ആകാം. ഓക്കെ, ഇപ്പം ഈ പറയുന്ന രീതിയിൽ ഒരുപാട് എന്താണ് ഇപ്പം ഈ മാതാ അമൃതാനന്ദമയി എന്നൊക്കെ പറഞ്ഞ് എന്താണ് സൗത്ത് കേരളയിലൊക്കെ എന്താണ് ഈ അമൃത ഗ്രൂപ്പിന്റെ ഒക്കെ ആൾ, അതേ കണക്ക് തന്നെ ഈ ശങ്കർ രവിവർമ്മ എന്നൊക്കെ പറഞ്ഞ് കുറെ റിലീജിയസ് ഫിഗേഴ്സ് ഉണ്ട്. ഓക്കെ, കുറച്ച് മനുഷ്യ ദൈവങ്ങൾ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ് ഇതൊരു ടൈപ്പ് കരിസ്മാറ്റിക് അതോറിറ്റിയാണ് അവർ ചെയ്യുന്നത്. അതായത് ഇവർക്ക് എന്താണ് ഈ പറയുന്ന രീതിയിൽ ഒരു ഒറേറ്ററി സ്കിൽ ഉണ്ട്, പിന്നെ ഇവർ ഈ പറയുന്ന രീതിയിൽ ഒരു ഡിവൈൻ സാധനം ഒരു ഡിവൈൻ ഗിഫ്റ്റ് ഉണ്ട് എന്ന രീതിയിൽ അവർ ഈ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അവർ ഭയങ്കര ഇന്റലക്ച്വൽ ആണ്, പിന്നെ ഇവർക്ക് ഈ പറഞ്ഞ സിദ്ധികളുണ്ട്, കാര്യമുണ്ട്. അപ്പം ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇതൊരു കരിസ്മാറ്റിക് സാധനമാണ് ഫോം ചെയ്യുന്നത്. ഒരു കരിസ്മ ഫോം ചെയ്തെടുക്കുകയാണ്. അതായത് ഇവരൊരു ലീഡർ സെറ്റപ്പിലേക്ക് വരുന്നു. അപ്പൊ ഇവർക്ക് കുറെ ഡിവോട്ടീസ് വരുന്നു. ഇവർ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ഡിവോട്ടീസ് കേൾക്കുന്നു, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഓക്കെ, അത് അവിടെ ഒരു അതോറിറ്റി സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ,
The charismatic leader has the gift of divine grace and extraordinary qualities. So, I have divine grace and extraordinary qualities. Lenin or Mahatma Gandhi got their position on account of the charisma and qualities. ഇപ്പൊ നമ്മൾ മാതാപ്രധാനമയും ഇവരൊക്കെ പറഞ്ഞാൽ എന്താണ്, അതൊരു ഡിവൈൻ സാധനമാണ്. ഓക്കെ, ഒരു ഡിവൈൻ ക്വാളിറ്റി, അവരെ ഒരു ഡിവൈൻ സാധനത്തിലാണ് വെച്ച് ഈ പറയുന്ന കരിസ്മാറ്റിക് അതോറിറ്റി ഉണ്ടാക്കിയത്. പക്ഷെ നമ്മൾ മഹാത്മാഗാന്ധിയോ ലെനിനോ ഒക്കെ പോയി കഴിഞ്ഞാൽ എന്താണ്, അത് കുറച്ചും കൂടെ എന്താണ്, കുറച്ച് ഇന്റലക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒറേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഔട്ട്സ്റ്റാൻഡിങ് ഹീറോയിസം, ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് ഹീറോയിസം പോലത്തെ കുറച്ച് ക്വാളിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇവർ ഈ പറയുന്ന രീതിയിൽ ഈ അതോറിറ്റി രൂപീകരിച്ചത് അല്ലെങ്കിൽ അവരൊരു ലീഡറായി വന്നത്. ഓക്കെ, ഈ കരിസ്മാറ്റിക് അതോറിറ്റി ടെൻഡ്സ് ടു ബി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ്. This is what Weber called routinization of charisma. Okay, അപ്പൊ ഈ കരിസ്മാറ്റിക് അതോറിറ്റി എന്താകും, കൂടുതലായിട്ട് എന്താ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ആവും, അല്ലെങ്കിൽ എന്താവും, അതിനും ഈ പറയുന്ന ഒരു ലീഗൽ ഫ്രെയിംവർക്കിലേക്ക് വന്ന് നിൽക്കാം. ഓക്കെ, ലീഗൽ ഫ്രെയിംവർക്ക് അല്ലാതെ ഇങ്ങനെ ഒരു കൂടത്തിൽ ലീഡറായിട്ട് നിൽക്കാതെ അതും കുറച്ചുകൂടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ഒരു സിസ്റ്റം ആയിട്ട് പ്രവർത്തിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനാണ് റൂട്ടിനൈസേഷൻ ഓഫ് കരിസ്മ എന്ന് മാക്സ് വെബർ പറയുന്നത്. ഓക്കെ, അതോറിറ്റി അത്രേ ഉള്ളൂ. കാരണം അതോറിറ്റി, ലെജിറ്റിമസി, പവർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ടോപ്പിക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അടുത്താണ് ലെജിറ്റിമസി. ലെജിറ്റിമസി ഇസ് ദ റൈറ്റ് ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് ആൻ അതോറിറ്റി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഒരു അതോറിറ്റിയെ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലെജിറ്റിമസി എന്ന് പറയുന്നത്. ലെജിറ്റിമസി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, നിയമാനുസൃതമായ, എന്താണ് നിയമാനുസൃതം എന്നാണ് ലെജിറ്റിമസി എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, ലെജിറ്റിമേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായ അധികാരം. ഓക്കെ, whereas authority denotes a specific position in an established government, the term legitimacy denotes a system of government wherein government denotes sphere of influence. Okay, അപ്പം എന്താണ്, അതോറിറ്റി denotes a specific position in an established government. അതോറിറ്റി എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പൊസിഷൻ ആവും. ലെജിറ്റിമസി എന്ന് പറയുന്നത് ആ പൊസിഷൻ നിൽക്കുന്ന ആ ഹോൾ സിസ്റ്റത്തിന് കൊടുക്കുന്ന ഒരു ഡിനോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ലെജിറ്റിമസി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആ സിസ്റ്റത്തിന് മൊത്തത്തിൽ കൊടുക്കുന്ന ആ ലീഗൽ പൊളിറ്റിക്കൽ ഫ്രെയിംവർക്ക് ആണ് ലെജിറ്റിമസി. അതിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് അതോറിറ്റി. അതിന്റെ അകത്ത് വരുന്ന ഓരോ ആൾക്കാർക്ക് എന്തുണ്ട്, അതോറിറ്റി ഉണ്ടാവും. വേറെ ഗവൺമെന്റ് ഡിനോട്ട് സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസ്. ഗവൺമെന്റ് എന്താണ്, ഈ സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസ്, അതായത് ബാക്കിയുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന, ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് തീരുമാനങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുത്താൻ കഴിയുന്ന ഒരു ഏജൻസിയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പൊളിറ്റിക്കൽ ലെജിറ്റിമസി ഈസ് കൺസിഡർഡ് ബേസിക് കണ്ടീഷൻ ഫോർ ഗവർണിംഗ്, വിത്തൗട്ട് വിച്ച് എ ഗവൺമെന്റ് വിൽ സഫർ ലെജിസ്ലേറ്റീവ് ഡെഡ്ലോക്ക് ആൻഡ് കൊളാപ്സ്. ഓക്കെ, അപ്പൊ പൊളിറ്റിക്കൽ ലെജിറ്റിമസി എന്താണ്? പൊളിറ്റിക്കൽ ലെജിറ്റിമസി എന്ന് പറയുന്നത് ഒരു ഗവേണിങ്ങിന്റെ ഒരു ബേസിക് ആണ്. ഈ ലീഗൽ ലെജിറ്റിമസി എന്ന് പറഞ്ഞാൽ ലോസ് വഴി നമുക്ക് കിട്ടുന്ന, ഓക്കെ, നിയമങ്ങൾ വഴി നമുക്ക് കിട്ടുന്ന ഒരു ലെജിറ്റിമസിയാണ്, അല്ലെങ്കിൽ നിയമങ്ങൾ വഴി കിട്ടുന്ന നമുക്ക് ലെജിറ്റിമസിയാണ് നമ്മൾ എന്താണ് ലീഗൽ ലെജിറ്റിമസി എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ലെജിറ്റിമസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലീഗൽ ലെജിറ്റിമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിയമങ്ങൾ വഴി കിട്ടുന്നതാണ്. പൊളിറ്റിക്കൽ ലെജിറ്റിമസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചുമ്മാ നിയമങ്ങൾ മാത്രം അംഗീകരിച്ചാൽ മതിയോ? എന്താണ് പൊളിറ്റിക്കൽ ലെജിറ്റിമസി പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കണ്ടേ? ഓക്കെ, ഒരു അതോറിറ്റീനെ നിയമങ്ങൾ മാത്രം കണ്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ സബ്ജക്ട്സ് ഫോളോ ആവണമെന്നില്ല. സബ്ജക്റ്റിനും തോന്നണം അതൊരു ലെജിറ്റിമേറ്റ് അതോറിറ്റിയാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സിറ്റിസൺസിനും തോന്നണം, ഈ സ്റ്റേറ്റിന്റെ അകത്തുള്ള എല്ലാ പാർട്ടിസിപ്പൻസിനും തോന്നണം അതൊരു ലെജിറ്റിമസിയാണ്. അപ്പൊ അതാണ് പൊളിറ്റിക്കൽ ലെജിറ്റിമസി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ. അയ്യോ, ഓക്കെ, വിത്തൗട്ട് വിച്ച് എ ഗവൺമെന്റ് സഫർ ലെജിസ്ലേറ്റീവ് ഡെഡ്ലോക്സ് ആൻഡ് കൊളാപ്സ്. അത് ഈ പറയുന്ന രീതിയിൽ പൊളിറ്റിക്കൽ ലെജിറ്റിമസി ഇല്ലെങ്കിൽ എന്ത് പറയും? ലെജിസ്ലേറ്റീവ് ഡെഡ്ലോക്സ് വരാം. ഓക്കെ, ലെജിസ്ലേറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ആവാത്തൊരു സിസ്റ്റം വരാം. ഓക്കെ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ പറയുന്ന സിസ്റ്റം കൊളാപ്സ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, the term legitimacy denotes in political system where this is not the case, unpopular regimes survive because they are considered legitimate by a small influential elite. Okay, അപ്പം എല്ലാ പൊളിറ്റിക്കൽ സിസ്റ്റം ഇങ്ങനെ ആയിരിക്കില്ല. ഓക്കെ, കാരണം എന്താണ്, ഇപ്പം ഡെമോക്രസിയിൽ ഈ പറയുന്ന രീതിയിൽ പൊളിറ്റിക്കൽ ലെജിറ്റിമസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എല്ലാ പൊളിറ്റിക്കൽ സിസ്റ്റവും ഇപ്പൊ ഈ പറയുന്ന ഭയങ്കര ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്താണെങ്കിൽ പറയുന്ന രീതിയിൽ എല്ലാ പൊളിറ്റിക്കൽ ലെജിറ്റിമസി ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടാവില്ല. കാരണം ഒരു സ്മോൾ ഗ്രൂപ്പ് ഇവരെ ഫണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരെ താങ്ങി നിർത്തുന്ന ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് എലൈറ്റ്സ് ഉണ്ടാവും. അപ്പൊ അവരെ ഈ പറയുന്ന സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഇവർക്ക് ഈ ലെജിറ്റിമസി കിട്ടും. ഓക്കെ, ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് ഓൺ ലെജിറ്റിമസി. The American political sociologist
Seymour Martin Lipset, okay, Lipset said that legitimacy also involves the capacity of a political system to engender and maintain the belief that existing political institutions are the most appropriate and proper ones for the society. ലെജിറ്റിമസി എന്താണെന്നാണ് പാർട്ടി ലിസ്റ്റ് പറയുന്നത്. അതായത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഒരു കപ്പാസിറ്റിയെ കുറിച്ചാണ്. അതായത് ഇപ്പം നിലവിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റത്തിലുള്ള ആൾക്കാർക്ക് ആ സിസ്റ്റം ആണ് അവർക്ക് ഏറ്റവും നല്ലതെന്ന് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതെന്ന് തോന്നിപ്പിക്കുന്ന ആ കാര്യത്തിനെയാണ് ലെജിറ്റിമസി എന്നാണ് എം ലിപ്സ്റ്റ് പറഞ്ഞത്. അതായത് നമ്മളിപ്പം ജീവിക്കുന്ന സിസ്റ്റം ഇതാണ് നല്ലത് എന്ന് നമ്മളെ കൊണ്ടൊരു നമുക്കൊരു സൈക്കോളജിക്കലാകാം അല്ലെങ്കിൽ പ്രോപ്പർ പോളിസീസിലൂടെ ആകാം, എന്തും ആകാം. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അജണ്ട സെറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓക്കെ, അതായത് സമൂഹത്തിൽ ഇവര് ഹിഡൻ ആയിട്ട് സെറ്റ് ചെയ്യുന്ന കുറച്ച് ഈ മീഡിയ വഴിയൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വിടുന്ന ഒരു കാര്യമുണ്ട്. ഒരു അജണ്ട സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, ആൾക്കാർ ഇത് ഡിസ്കസ് ചെയ്യണം നമുക്കൊരു കാര്യത്തിൽ. അപ്പം അങ്ങനത്തെ ഒരു രീതിയിലും ആകാം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന നിലവിലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പൊളിറ്റിക്കൽ സിസ്റ്റവുമാണ് നല്ലത് എന്നുകൊണ്ട് സൊസൈറ്റിനെ തോന്നിപ്പിക്കുക എന്ന് പറയുന്നതിനാണ് ലെജിറ്റിമസി എന്ന് ആര് പറയുന്നത്? നമ്മുടെ എം ലിസ്റ്റേഴ്സ് പറഞ്ഞത്. പിന്നെയാണ് അമേരിക്കൻ പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് റോബർട്ട് എ ഡാലിന്റെ ലെജിറ്റിമസി ആസ് എ റിസർവോയർ എന്ന് പറയുന്നത്. ഓക്കെ, ലെജിറ്റിമസി ആസ് എ റിസർവോയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ബേസിക്കലി ഈ റിസർവോയർ എന്ന് വാക്കുന്നത് റിസർവോയർ ഓഫ് ഗുഡ് വിൽ എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റിസർവോയർ ടൈപ്പ് ചെയ്തിടാം. ഓക്കെ, റിസർവോയർ ഓഫ് ഗുഡ് വിൽ എന്നാണ് പറയുന്നത്. അതായത് റിസർവോയർ എന്താണെന്ന് അറിയാം. റിസർവോയർ എന്ന് പറഞ്ഞാൽ ഒരു ബേസിക്കലി ഒരു ഡാം സെറ്റപ്പ് ആണ് റിസർവോയർ. അതായത് വെള്ളം കെട്ടി നിർത്തുന്ന ഒരു റിസർവോയർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ റിസർവോയർ എന്താണ്? സോ ലോങ് ആസ് എ വാട്ടർ ഇസ് അറ്റ് എ ഗിവൺ ലെവൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഈസ് മെയിൻറ്റെയിൻ. വാട്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആൾക്കാരുടെ ഗുഡ് വിൽ. അതായത് എത്രത്തോളം കാലം ആൾക്കാർ ഈ പറയുന്ന രീതിയിൽ ഗവൺമെന്റ് ഒരു ഗുഡ് വില്ല് കൊടുക്കുന്നു, ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റിന് ആൾക്കാരിലേക്ക് ഒരു ഗുഡ് വിൽ എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ, അതായത് ഞങ്ങൾ പ്രോപ്പർ ആണ്, ഫങ്ഷനിങ് ആണ്, ഈ ഡിമാൻഡ്സ് അനുസരിച്ച് നീഡ്സ് സപ്ലൈ ചെയ്യാൻ കഴിയും എന്നൊരു ഗുഡ് വില്ല് ഈ പറയുന്ന റിസർവോയിൽ എത്രത്തോളം കാലത്തിൽ ആ ഒരു സ്റ്റെബിലിറ്റി ആ ഒരു ലെവലിൽ നിയന്ത്രിക്കാൻ കഴിയുന്നു അത്രത്തോളം കാലം എന്താണ് ഈ പറയുന്ന റിസർവോയിൽ സ്റ്റേബിൾ ആയിട്ട് പോകും. ഓക്കെ, ഇത് ഈ വെള്ളത്തിന്റെ ഡ്രോപ്പ് താഴുകയാണ്. ഓക്കെ, ഈ വെള്ളത്തിന്റെ ഡ്രോപ്പ് താഴുകയാണ്. ഓക്കെ, അതായത് എക്കണോമിക് പ്രോബ്ലംസ് വരുന്നു, കറപ്ഷൻസ് വരുന്നു, അതിന്റെ ഭാഗമായിട്ട് പ്രൊട്ടസ്റ്റ് വരുന്നു, ചിലപ്പോൾ ഒരു സിവിൽ വാർ വരുന്നു. ഇങ്ങനത്തെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് വരുന്നു? എക്കണോമിക്കൽ പെർസ്പെക്റ്റീവിലാണെങ്കിലും പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവിലാണെങ്കിലും ഈ പറയുന്ന വെള്ളം അങ്ങ് താഴും. അതായത് ഈ പറയുന്ന ആൾക്കാരുടെ ഗുഡ് വില്ല് കുറഞ്ഞു വരും. ഓക്കെ, ആൾക്കാരുടെ ഗുഡ് വില്ല് കുറഞ്ഞു വരും. ഗുഡ് വിൽ ഉണ്ടാവുന്ന അത്രോളം കാലം മാത്രമേ ഈ പറയുന്ന ലോയൽറ്റിയും പബ്ലിക് സപ്പോർട്ടും ഒബീഡിയൻസും ഒക്കെ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, ആൾക്കാർ ഈ പറയുന്ന നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ആൾക്കാർക്ക് അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് വേണം. ഇപ്പം കേരളത്തിൽ ഈ പറയുന്നത് വലിയൊരു എക്കണോമിക് റിസഷൻ വരെയാണ്, ആൾക്കാർക്ക് പെൻഷൻ കിട്ടുന്നില്ല, കാര്യം കിട്ടുന്നില്ല, സാധനങ്ങളുടെ വിലയൊക്കെ കുതിച്ചുയർന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന നിയമങ്ങളൊക്കെ അനുസരിച്ച് നാട്ടുകാർ നമ്മളാണെങ്കിൽ ജീവിക്കും തോന്നുന്നുണ്ടോ? സിസ്റ്റത്തിന് അനുസരിച്ച് ജീവിക്കും തോന്നുന്നുണ്ടോ? നമ്മൾ സിസ്റ്റത്തിന് അനുസരിച്ച് ജീവിക്കില്ല. നമ്മളവിടെ എന്താണ്? നമ്മളവിടെ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. നമ്മൾ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം നമ്മൾ സ്വഭാവ സമരങ്ങളായിട്ട് മുന്നോട്ട് പോകും. സർക്കാരിന് രാജിവെക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് പോകും. അപ്പൊ അതിനാണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഈ ഗുഡ് വിൽ എത്രത്തോളം കാലം ഇവർ നിലനിർത്തുന്നോ അത്രത്തോളം കാലം മാത്രമേ നമ്മൾ ഒബീഡിയന്റ് ആയിട്ട് നിയമങ്ങൾക്ക് അനുസരിച്ച് ലോയൽ ആയിട്ട് സർക്കാരിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ റിസർവോയിൽ ഗുഡ് വില് സ്റ്റേബിൾ ആയിട്ട് നിർത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ ലെവൽ സ്റ്റേബിൾ ആയിട്ട് നിർത്തുക. വെള്ളത്തിന്റെ ലെവൽ എപ്പം കുറയുന്നോ, എക്കണോമിക് പ്രോബ്ലംസും കറപ്ഷനും ഇൻഎഫിഷ്യൻസിയും ഒക്കെ വരുന്നോ, റെഡ് ടേപ്സും ഒക്കെ വരുന്നോ, അന്ന് ഈ വെള്ളം അങ്ങ് കുറയും. വെള്ളം കുറയുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഈ പറയുന്ന എക്കോണമിയും അല്ലെങ്കിൽ ഈ പറയുന്ന സൊസൈറ്റിയും കൊളാപ്സ് ആവും. ഓക്കെ, പൊളിറ്റിക്കൽ സിസ്റ്റവും കൊളാപ്സ് ആവും. പിന്നെയാണ് മോണ്ടസ്ക്യൂ ഇൻ ഹിസ് വർക്ക് ദ സ്പിരിറ്റ് ഓഫ് ലോസിൽ കൗണ്ടർ പോയിസ് ആൾട്ടർനേറ്റീവ് ഫോംസ്, ഒരു ആൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് ലെജിറ്റിമസിയെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ദിസ് ആൾട്ടർനേറ്റീവ് ഫോം intended to curtail the arbitrariness of an individual's free will, placing the executive authority within the social context. Okay, basically ഇതിന്റെ ഒരു ഐഡിയ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മോണ്ടസ്ക്യൂ പറയുന്നത് ഒരു ഗവൺമെന്റ് എപ്പം ലെജിറ്റിമേറ്റ് ആവും എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ അകത്തേക്ക് മാത്രം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലേക്ക് മാത്രം ചുരുങ്ങേണ്ടതല്ല പവർ എന്ന് പറയുന്നത്. മോണ്ടസ്ക്യൂ പറയുന്നത് സെപ്പറേഷൻ ഓഫ് പവർ. ഓക്കെ, പവർ എന്ന് പറയുന്ന സാധനം ഒരാളിലേക്ക് മാത്രം ഒതുങ്ങാതെ പല മേഖലകളിലേക്ക് തിരിച്ചു വരണം. ഒരാളിലേക്ക് മാത്രം ഒതുങ്ങി കഴിഞ്ഞാൽ അവിടെ ടൈറണി വരും എന്നാണ് ഈ പറയുന്നത് നമ്മുടെ മോണ്ടസ്ക്യൂ പറയുന്നത്. പല രീതിയിൽ തിരിച്ചുവിട്ടാൽ മാത്രമേ ആൾക്കാർ ലെജിറ്റിമസി എന്ന് പറയുന്ന സാധനം നമുക്ക് നൽകൂ, അല്ലെങ്കിൽ ആ പറയുന്ന ഗവൺമെന്റ് നൽകൂ എന്നാണ് മോണ്ടസ്ക്യൂ പറയുന്നത്. ഓക്കെ, പവർ ബാലൻസ് ചെയ്യണം. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഈ സ്പിരിറ്റ് ഓഫ് ലോസ് എന്നൊക്കെ പറഞ്ഞ ഒരു പുസ്തകങ്ങളുടെ പേര് പറഞ്ഞില്ല. അപ്പം ആ പുസ്തകങ്ങളുടെ പേരൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണേ. ഇൻ റൂസോ സ്കീം ദ ലെജിറ്റിമസി ഓഫ് ഗവൺമെന്റ് ആഫ്റ്റർ എക്സസൈസ് പവർ ഹിൻഡ് ഓൺ ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ സിസ്റ്റം. അപ്പൊ റൂസോ പറയുന്നത് എന്താണ്? സിറ്റിസൺസ് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിടത്തോളം കാലം എന്തുണ്ടാവും? ലെജിറ്റിമസി ഉണ്ടാവും. ഓക്കെ,
സിറ്റിസൺസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പബ്ലിക് സ്പിയറിൽ പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് ഡിമാൻഡ്സ് വെക്കുന്നത്, പ്രോപ്പറായിട്ട് ഫീഡ്ബാക്ക് തരുന്നിടത്തോളം കാലം, സിറ്റിസൺസ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നിടത്തോളം കാലം എന്തുണ്ടാവും? ഗവൺമെന്റിൽ ലെജിറ്റിമസി ഉണ്ടാവും. ഓക്കെ, ഇവർ ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ അവരുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ നോക്കി, ഇൻഡിവിജ്വൽ വെൽബീനിങ് നോക്കി പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ലെജിറ്റിമസി ഗവൺമെന്റ് നഷ്ടമാകും. ഓക്കെ, അല്ല ലെജിറ്റിമസി നഷ്ടമാകുമ്പോൾ എന്താ നഷ്ടമാകും? പവർ നഷ്ടമാവും. പവർ നഷ്ടമാകുമ്പോൾ എന്താ നഷ്ടമാവും? അതോറിറ്റി നഷ്ടമാവും. ഓക്കെ, നമ്മൾ മനസ്സിലാക്കുക. ലെജിറ്റിമസി നിയമാനുസൃതമായ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലെജിറ്റിമസി ആയിക്കോട്ടെ, ലീഗൽ ലെജിറ്റിമസി ആയിക്കോട്ടെ, ലെജിറ്റിമസി നഷ്ടമായ എന്ത് പറ്റും? പവർ നഷ്ടമാകും. പവർ നഷ്ടമായാൽ അതോറിറ്റി നഷ്ടമാകും. ഓക്കെ, legitimacy in modern society. Legitimacy is commonly defined in politics and social as the belief that a rule, institution or leader has the right to govern. Legitimacy എന്താണ്? ഒരു പ്രോപ്പർ, നമ്മൾ ഇത്ര നേരത്തെ പറഞ്ഞു, അതായത് ഒരു ലീഡറിനോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ എന്തുണ്ട്? റൈറ്റ് ടു ഗവൺ. ഓക്കെ, ഗവേൺ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, അതൊരു ഒരു നിയമാനുസൃതമായ ഒരു കാര്യമാണ് എന്ന് വരുത്തുന്ന ഒരു അവസ്ഥയാണ് ലെജിറ്റിമസി എന്ന് പറയുന്നത്. The condition and concern about legitimacy have been centered on how the delegation of authority and power from citizens to governments can be justified. Okay, അപ്പം ഇത് ലെജിറ്റിമസിയുടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ, അല്ലെങ്കിൽ ഒരു കൺസേൺ എന്ന് പറയുന്നത് എന്താണ്? ഈ അതോറിറ്റിയുടെയും പവറിന്റെയും, ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഡെലിഗേഷനെ ഗവൺമെന്റുമായിട്ട് ഓക്കെ, അപ്പൊ ഈ ഗവൺമെന്റും സിറ്റിസൺസും തമ്മിലുള്ള ഈ ഒരു അതോറിറ്റി ഉണ്ടല്ലോ, ഈ അധികാരത്തിന്റെ ആ ഒരു പെർസ്പെക്റ്റീവിനെ എങ്ങനെയാണ് എന്താണ് ലെജിറ്റിമേറ്റ് ആക്കുന്നത്? ഓക്കെ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഇതിനെ തീരുമാനിക്കുന്നത് എന്നാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു കൺസേൺ നിലനിൽക്കുന്നത്. അപ്പം അതിനകത്ത് കുറച്ച് സോഴ്സസ്, നമുക്ക് ലെജിറ്റിമസിയുടെ കുറച്ച് സോഴ്സസ് നോക്കാം. എഫക്റ്റീവ്നെസ് ഓഫ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന രീതിയിൽ ഗവൺമെന്റും അല്ലെങ്കിൽ സബ്ജക്ട്സും തമ്മിൽ, ഗവൺമെന്റ് സിറ്റിസൺസും തമ്മിലുള്ള ആ ലെജിറ്റിമസി ഉറപ്പുവരുത്തുന്നത്. The effectiveness of public institutions in the performance of various functions such as service delivery, taxation, distribution of justice, social protection system provide positive attributes to the notion of maintenance of legitimacy. Okay, എന്താണ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസും ആകാം, താഴെക്കടയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും ആകാം. സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്ത് ചെയ്യണം? എഫക്റ്റീവ് ആയിരിക്കണം. അവരുടെ സിസ്റ്റം എന്താണ്? സർവീസ് അവർ പ്രോപ്പറായി ഡെലിവർ ചെയ്യണം. ടാക്സിന്റെ കാര്യത്തിലാണെങ്കിലും, ജസ്റ്റിസ് ആണെങ്കിലും, സോഷ്യൽ പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, സ്റ്റേറ്റിന്റെ അണ്ടറിൽ വരുന്ന പബ്ലിക് വെൽഫെയർ എന്ത് ചെയ്യണം? ഇവരെ എഫക്റ്റീവ് ആയിട്ട് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇഷ്യൂ ചെയ്യണം. ഡിഗ്രി ഓഫ് റെപ്രസെന്റേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഇറ്റ് റിഫ്ലെക്ട്സ് ദ വിൽ ആൻഡ് കോൺഫിഡൻസ് ഓഫ് സിറ്റിസൺസ്. ദ മോർ റെപ്രസെന്റേഷൻ അക്കൗണ്ടബിൾ ദ പീപ്പിൾസ് ഗവൺമെന്റ് വിൽ ബി മോർ വിൽ ബി ഇറ്റ്സ് ലെജിറ്റിമസി. ഓക്കെ, അപ്പൊ എന്താണ് ഈ പറയുന്ന സ്റ്റേറ്റ് എന്തായിരിക്കണം? സ്റ്റേറ്റ് ഈ പറയുന്ന രീതിയിൽ പ്രോപ്പർ റെപ്രസെന്റേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, എല്ലാവർക്കും റെപ്രസെന്റേഷൻ ഈ പറയുന്ന സ്റ്റേറ്റിനകത്ത് ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരു കൂട്ടം എലൈറ്റ്സിന് മാത്രം കൊടുക്കേണ്ട കാര്യമല്ല റെപ്രസെന്റേഷൻ. ഓക്കെ, എല്ലാവർക്കും റെപ്രസെന്റേഷൻ ഉണ്ടായിരിക്കണം. അതേ തന്നെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. അവർ ചെയ്യുന്ന കാര്യത്തിനുമുള്ള അവർക്ക് എന്തുണ്ടാകണം? അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. ഓക്കെ, സ്റ്റേറ്റിലെ സിറ്റിസൺസിന് എന്തെങ്കിലും പറയുന്ന പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അത് എന്തുണ്ടാവണം? അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? ഈ പറഞ്ഞ സ്റ്റേറ്റിനുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ആ പ്രകൃതി ദുരന്തത്തിന് എന്താണ്? പ്രോപ്പറായ രീതിയിൽ കൗണ്ടർ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വരികയാണ്. ഓക്കെ, പ്രോപ്പർ അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റിനകത്ത് എന്താണ് ഒരു ഫാക്ടറി, ഓക്കെ, അനുവദിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഫാക്ടറി വരികയാണ്. ഓക്കെ, അവിടെ എന്താണ് സ്റ്റേറ്റ് പെർമിഷൻ കൊടുത്തതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഫാക്ടറി വരുന്നു. അവിടെ ഈ പറഞ്ഞ വെള്ളത്തിനകത്ത് ഒരു കെമിക്കൽ പോയിസണിങ് നടക്കുന്നു, ഒരുപാട് ആളുകൾ മരണപ്പെടുന്നു. അപ്പം ആ ഒരു പ്രശ്നത്തിന്റെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ആ ഫാക്ടറി ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്? അല്ല, അത് സ്റ്റേറ്റ് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവിടെ ഈ പറയുന്ന രീതിയിൽ എൻവയോൺമെന്റൽ കോഡ് പാലിച്ചാണോ, ആൾക്കാർക്ക് ഈ പറയുന്ന സിറ്റിസൺസിന്റെ ഹാനിക്കാത്ത രീതിയിലാണോ ഫാക്ടറി വരേണ്ടത് നോക്കണം, സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന കാര്യം നമ്മുടെ ഈ പറയുന്ന സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. കൺസെന്റ് ഓഫ് ദ ഗവൺ. The most important condition required for the maintenance of legitimacy is consent of the governed, as it is the ultimate make that political authorities legitimate in the eyes of citizens. എന്താണ്? കൺസെന്റ് ഉണ്ടാവണം. അതായത് ഈ പറയുന്ന നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു കൺസെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ അവരെ അംഗീകരിക്കണം. ഓക്കെ, അതായത് ഇവർ നമ്മളെ ഗവേൺ ചെയ്യാൻ ഉള്ളൊരു പ്രാപ്തിയുണ്ട് എന്ന സാധനം നമ്മൾ അംഗീകരിക്കുന്നു. ഇപ്പം ഡെമോക്രസിയിലൊക്കെ ഇതൊരു പ്രശ്നം വരില്ല. കാരണം എന്താണ്? മെജോറിറ്റിയുടെ ഒരു റൂളാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. നമ്മൾ വോട്ട് ചെയ്യുന്നു, മെജോറിറ്റി കിട്ടുന്ന ആൾ ഭരിക്കുന്നു. അതൊരു കൺസെന്റ് ആണ്. ഓക്കെ, ഡെമോക്രസിയിൽ അതൊരു കൺസെന്റ് ആണ്. മെജോറിറ്റി വോട്ട് എന്ന് പറയുന്നത് ഒരു കൺസെന്റ് ആണ്. നമ്മളൊരു വോട്ട് കൊടുക്കുന്ന ആൾക്ക് ഭരണത്തിൽ വരുന്നു, മെജോറിറ്റി ഇടുന്ന ആൾ ഭരണത്തിൽ വരുന്നത് ഒരു കൺസെന്റ് ആണ്. ഓക്കെ, sociological equations. Society and its constitution is the only source that decides the source and center of legitimacy, and its dynamics as in the modern democratic era the people decide. എന്താണ് സോഷ്യോളജിക്കൽ? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ സാധനമാണ്, കൺസെന്റ് ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതായത് എന്താണ്? ഒരു കോൺസെൻസ് വേണമെന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഈ പറയുന്ന സൊസൈറ്റിക്ക് ഒരു കോൺസെൻസ് വേണം, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഒരു കോൺസെൻസിന്റെ എന്താ
കോൺസെൻസ് നിലകളുണ്ടോ? എന്താണ് ഏക അഭിപ്രായം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒറ്റക്കെട്ടായ ഒരു അഭിപ്രായമാണ്. സൊസൈറ്റിക്ക് ഒരു ഒറ്റക്കെട്ടായ അഭിപ്രായം വേണം. എന്താണ് ഈ പറയുന്ന സിസ്റ്റത്തിന് നമ്മളെ ഭരിക്കാൻ കഴിയും, ഓക്കെ, ഗവേൺ ചെയ്യാൻ കഴിയുന്ന ഒരു അധികാരമാണ്. അത് തന്നെയാണ് കൺസെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫാക്ടേഴ്സ്. Input legitimacy in its connotation is a word legitimacy gained from the process of government. Government by the people, while output legitimacy is gained from the result. Government for the people. So balance between both input and output variables of input and output legitimacy is essential. അതായത് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ അങ്ങോട്ട് കുറച്ച് ഇൻപുട്ട് കൊടുക്കും, അതൊരു പ്രോസസ്സാണ്. ഓക്കെ, ഇൻപുട്ട് സ്വീകരിക്കുന്നു എന്നൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന പബ്ലിക് ഒപ്പീനിയനെ, പബ്ലിക് സ്പിയറിൽ രൂപീകരിക്കപ്പെടുന്ന പബ്ലിക് ഒപ്പീനിയനെ സിസ്റ്റം എടുക്കുന്നുണ്ട് എന്നൊരു കാര്യം എന്തുണ്ടാവണം, ആ ഒരു പബ്ലിക് പ്രോസസ്സ് ആൾക്കാർക്ക് എവിഡന്റ് ആയിരിക്കണം. അത് കണക്ക് തന്നെ ഔട്ട്പുട്ട് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന ഇൻപുട്ടിനനുസരിച്ച് എന്ത് വേണം, റിസൾട്ട് ഉണ്ടാവണം, അല്ലെ? റിസൾട്ട് ഉണ്ടാവണം, അത് പോളിസി മുഖേനയാകാം, നിയമങ്ങളാകാം, എന്തും ആകാം. ഓക്കെ, അപ്പം അത് എന്താണ്, ഗവൺമെന്റ് ഫോർ ദ പീപ്പിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്, ലെജിറ്റിമസി കൂടുന്നു. പിന്നെയാണ് ക്രൈസിസ് ഓഫ് ലെജിറ്റിമസി. ലെജിറ്റിമസിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ക്രൈസിസുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇത് ജേൻ അമർ ഹെബർമാസ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ പൊളിറ്റിക്കൽ തിങ്കർ ആണ്. എന്താണ്, ഹേബർമാസ് ആണ് ക്രൈസിസ് ഓഫ് ലെജിറ്റിമസിയെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. The term crisis refers to a situation whereby the strains within society have reached such a point that the whole social system cannot cope and is in imminent danger of collapse. ഓക്കെ, അപ്പൊ എന്താണ്, അതായത് ഈ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന സോഷ്യൽ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന സ്ട്രെയിൻസ് കാരണം എന്തുണ്ടാവും, ഹോൾ സിസ്റ്റം ഒരു കൊളാപ്സിലേക്ക് നീങ്ങുന്നതിനെയാണ് നമ്മൾ ക്രൈസിസ് ഓഫ് ലെജിറ്റിമസി എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് സമൂഹത്തിൽ ഈ പറയുന്ന രീതിയിൽ എക്കണോമിക് ഇൻഇക്വാലിറ്റി വരികയാണ്. എക്കണോമിക് ഇൻഇക്വാലിറ്റി വരുന്നു, കോൺട്രഡിക്ഷൻസ് വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു, പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരുന്നു, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ കുറയുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു, ലെജിറ്റിമസിക്ക് ഒരു ക്രൈസിസ് ഉണ്ടാവുന്നു. അപ്പം ഹോൾ സിസ്റ്റത്തിന്റെ കൊളാപ്സിലേക്ക് വേണമെങ്കിൽ ഇത് ലീഡ് ചെയ്യും. അപ്പം ഹേബർമാസ് ആണ് എന്താണ് ഈ ലെജിറ്റിമസിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 1973 ക്രൈസിസ് ഓഫ് ലെജിറ്റിമിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വെബേറിയൻ മാക്സ് വെബറിന്റെ അപ്രോച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ലെജിറ്റിമസി ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതിന് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. The concept of legitimacy is central to the stability of any political order. Traditionally, legitimacy stems from sources like tradition, charisma, or legal rational authority. As outlined by Max Weber. അപ്പം എന്താണ് ലെജിറ്റിമസി എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ട്രഡീഷണലി നോക്കുകയാണെങ്കിൽ മാക്സ് വെബറിന്റെ ആ പറഞ്ഞ ലീഗൽ നാഷണൽ ഐഡിയ ആണെങ്കിലും കരിസ്മ ആണെങ്കിലും എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ഐഡിയാസ് ആണെങ്കിലും കുറച്ച് ട്രഡീഷണൽ, മൊത്തത്തിൽ അത് കുറച്ച് ട്രഡീഷണൽ ആണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ആര് പറയുന്നത്, ഹേബർമാസ് പറയുന്നത്. അപ്പൊ ഇതിനൊരു ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഹേബർമാസിന്റെ കോൺസെപ്റ്റ് ഓഫ് ലെജിറ്റിമസിയും അതിന്റെ ക്രൈസിസും പറഞ്ഞു വെക്കുന്നത്. These traditional bases of legitimacy are increasingly challenged. Jürgen Habermas, prominent critical theorist, argues that late capitalism experienced a crisis of legitimacy. Late capitalism, അതെ, അതായത് ലേറ്റ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ബേസിക്കലി എന്തായിരുന്നു, മാർക്കറ്റ് ഡിപ്പെൻഡന്റ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. മാർക്കറ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഐഡിയ ആണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ലേറ്റ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് എന്താ പറഞ്ഞാൽ, ഈ ലേറ്റ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് മാർക്കറ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ക്യാപിറ്റലിസം എങ്ങോട്ടേക്ക് പോയി, ഈ പറയുന്ന പൊളിറ്റിക്കൽ എക്കണോമിക് സ്പിയറിലേക്ക് പോയി. എക്കണോമിക് കാര്യങ്ങളെയും സൊസൈറ്റിനെയൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടറായിട്ട് ക്യാപിറ്റലിസം വളർന്നു. മാർക്കറ്റിൽ ഒതുങ്ങി നിൽക്കാതെ ഈ പറയുന്ന രീതിയിൽ എക്കണോമിക്കൽ പൊളിറ്റിക്കൽ ഫാക്ടറായിട്ട് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഐഡിയ അങ്ങ് വളർന്നു. ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ ഐഡിയ വളർന്നു. അതാണ് ഈ ലേറ്റ് ക്യാപിറ്റലിസം പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് മാർക്കറ്റ് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഡിപ്പെൻഡന്റ് ആയിരുന്നു. അത് ലേറ്റ് ക്യാപിറ്റലിസം, അതായത് ക്യാപിറ്റലിസം വളരുന്ന അനുസരിച്ച് പോയപ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു, ഇത് ഈ പൊളിറ്റിക്കൽ സോഷ്യൽ എക്കണോമിക് സ്പിയറിനെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് ക്യാപിറ്റലിസം വളരുകയാണ്. ഇങ്ങനെ വളർന്നപ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു, അവിടെ ഒരു ലെജിറ്റിമസിക്ക് ഒരു ക്രൈസിസ് വളർന്നു എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ജൂഗൻ ഹെബർമാസ് പറയുന്നത്. അതായത് മാക്സ് വെബർ പറഞ്ഞ പോലെ ട്രഡീഷണൽ ബേസിൽ അതായത് കുറെ നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു, അതിന്റെ ബേസിൽ ആൾക്കാർ ലെജിറ്റിമസിയിൽ അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ട് ലെജിറ്റിമേറ്റ് ആകുന്നു, റാഷണൽ ലീഗൽ അതോറിറ്റി ആകുന്നു, അല്ലെങ്കിൽ കരിസ്മ, ആൾക്കാരുടെ ഒരു ഇൻഡിവിജ്വലിന്റെ കരിസ്മ, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് കണ്ട് അയാളുടെ പുറകിൽ കുറച്ച് എന്താണ് ഈ പറഞ്ഞ അതോറിറ്റി അയാൾക്ക് ലെജിറ്റിമേറ്റ് ആയിട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് ട്രഡീഷൻ മുഖേന ഒരു ലെജിറ്റിമസി ഉണ്ടാക്കുന്നു. ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു എന്നാണ് നമ്മുടെ ഹേബർമാസ് പറയുന്നത്. അത് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ
ക്യാപിറ്റലിസത്തിന്റെ ബേസ് ആണ്. മാർക്കറ്റിൽ ഒതുങ്ങി നിൽക്കേണ്ട ക്യാപിറ്റലിസം ഈ പറയുന്ന രീതി ഫ്രീ മാർക്കറ്റ് പോളിസീസ് കൊണ്ടു നടക്കേണ്ട ക്യാപിറ്റലിസം എന്തായി മാറുന്നു? ഈ പറയുന്ന രീതിയിൽ എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ സ്ഫിയറിലേക്ക് കയറി ഇടപെടുന്നു, സൊസൈറ്റിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഓക്കെ, സൊസൈറ്റിയിലെ കാര്യങ്ങൾ ക്യാപിറ്റലിസം തീരുമാനിക്കുമ്പോൾ എന്ത് പറ്റുന്നു? അവിടെ ഒരു ക്രൈസിസ് ഉണ്ടാകുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, inherent contradiction between the systematic imperatives and the normative expectations of its society. അതായത് ഈ സിസ്റ്റമാറ്റിക് ഇമ്പറേറ്റീവ്സ് ആൻഡ് കോൺട്രഡിക്ഷൻ ബിറ്റ്വീൻ സിസ്റ്റമാറ്റിക് ഇമ്പറേറ്റീവ്സ് ആൻഡ് നോർമേറ്റീവ് എക്സ്പെക്ടേഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, നോർമേറ്റീവ് എക്സ്പെക്ടേഷൻ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും സിസ്റ്റത്തിലുള്ള നോർമേറ്റീവ് എക്സ്പെക്ടേഷൻ എന്തായിരിക്കും? നമ്മുടെ നീഡ്സിനനുസരിച്ച് കാര്യങ്ങളെ ഫുൾഫിൽ. ഓക്കെ, നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഈക്വാലിറ്റി, ജസ്റ്റിസ്, ഇത്തരം കാര്യങ്ങളാണ് ഒരു സമൂഹത്തിലെ സിറ്റിസൺസിന്റെ ഒരു നോർമേറ്റീവ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് കുറച്ച് നമ്മൾ ഭയങ്കര ഒരു ഫിലോസഫിക്കലായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു നോംസ് ബേസ്ഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, നോർമേറ്റീവ് രീതി പറയുകയാണെങ്കിൽ ഈക്വാലിറ്റി, ജസ്റ്റിസ്, പിന്നെ ഒരു സെക്യുലർ ഐഡിയാസ്, ഭയങ്കര എന്താ ഒരു സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഒക്കെ ആയിരിക്കും നമ്മൾ കുറച്ച് നോർമേറ്റീവ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ സിറ്റിസൺസിന്റെ ആവശ്യം. പക്ഷേ ഈ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഐഡിയ കുറച്ച് ഇമ്പറേറ്റീവ്സ് ഉണ്ട്. ഓക്കെ, ക്യാപിറ്റലിസത്തിന്റെ കൂടെ വരുന്ന ഒരു സാധനമാണ് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റലിസത്തിന്റെ കൂടെ വരുന്ന ഒരു ഐഡിയ ആണ് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്. കാരണം ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഐഡിയ ഈ പറയുന്ന രീതിയിൽ മാർക്കറ്റിൽ ഒതുങ്ങി നിൽക്കാതെ, ഫ്രീ മാർക്കറ്റ് ഐഡിയയിൽ ഒതുങ്ങി നിൽക്കാതെ, അത് ഈ പറയുന്ന സൊസൈറ്റിയും എക്കണോമിയും പൊളിറ്റിക്സിനും ഡിസൈഡ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് അവിടെ എന്ത് പറ്റുന്നു? അവിടെ ഈ പറയുന്ന അതിന്റെ കൂടെ തന്നെ വരുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ആ സൊസൈറ്റിയിലേക്ക് കടന്നു വരുന്നു. ഓക്കെ, എന്താണ്? ഈ ഇൻഇക്വാലിറ്റി കടന്നു വരുന്നു. ഓക്കെ, അത് കണക്ക് തന്നെ അൺഎംപ്ലോയ്മെന്റ് കൂടും. ക്യാപിറ്റലിസം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അൺഎംപ്ലോയ്മെന്റ് കൂടും. ഇപ്പം നിങ്ങൾ തന്നെ നോക്കിയാൽ മതി, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 1991 ശേഷം കുതിച്ചുയരുകയാണ്. കാരണം ഈ പറയുന്ന രീതിയിൽ എന്താണ് ഈ പറയുന്ന എല്ലാവർക്കും ജോലി കിട്ടുന്ന, എല്ലാവർക്കും ഈക്വലി ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന സിസ്റ്റം ഒന്നും അല്ല. ഈ പറയുന്ന കഴിവും അല്ലെങ്കിൽ ഈ പറയുന്ന വെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ, ഈ പറയുന്ന എലൈറ്റ് സർക്കിളുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ജോലി സാധ്യതകളൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതൽ. ഓക്കെ, അൺഎംപ്ലോയ്മെന്റ് കൂടുന്നു, അതായത് ഇൻഫ്ലേഷൻ കൂടുന്നു. ഓക്കെ, ഇൻഫ്ലേഷൻ കൂടുന്നു, എക്കണോമിക് സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നു. ഓക്കെ, എക്കണോമിക് സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നു. കാരണം ഇതെന്നൊക്കെ പറയുന്ന പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന രീതിയിൽ ക്യാപിറ്റലിസത്തിന്റെ കൂടെ വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് അതിനെ എടുത്ത് കളയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് അതിനെ എടുത്ത് കളയുന്നതിന് ഒരു പരിധി ഉണ്ട്. ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത്, അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിന്റെ കൂടപ്പിറപ്പുകളാണ്. This crisis arises from the erosion of the public sphere and the increasing influence of instrumental rationality, leading to a disconnect between state action and public will. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക്, അതായത് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കാര്യങ്ങൾ ഇന്റർവീൻ ചെയ്താലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് സോൾവ് ചെയ്യാൻ പറ്റാത്തത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ക്യാപിറ്റലിസത്തിന്റെ കൂടപ്പിറപ്പാണ്. ക്യാപിറ്റലിസം ഇല്ലാതായാൽ മാത്രമേ ഈ കാര്യങ്ങൾ ഇല്ലാതാവൂ. ക്യാപിറ്റലിസം ഉള്ളിടത്തോളം കാലം എന്തുണ്ടാവും? ഇൻഇക്വാലിറ്റി ഉണ്ടാവും. ഓക്കെ, നമുക്ക് തന്നെ അറിയാം, നമ്മൾ തന്നെ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ് എന്ത്? റിച്ച് ബിക്കമിങ് റിച്ചർ, പൂവർ ബിക്കമിങ് പൂവർ. ഓക്കെ, ക്യാപിറ്റലിസം എന്ന് പറയുന്ന സിസ്റ്റം തന്നെ ആരെയാണ് ഫേവർ ചെയ്യുന്നത്? ഈ പറയുന്ന റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാരെ അവർക്ക് കുറച്ചും കൂടെ കൂടുതൽ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ വേണ്ടിയാണ് ക്യാപിറ്റലിസം ഫേവർ ചെയ്യുന്നത്. അവിടെ അങ്ങനെ ഫേവറിങ് നടക്കുമ്പോഴത്തേക്ക് എന്ത് വരുന്നു? ഇവിടെ ഈ പറയുന്ന ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിൽ പെടുന്ന ആൾക്കാർ ഭീകരമായ ചൂഷണത്തിന്, എക്സ്പ്ലോയിറ്റേഷന് വിധേയരാകുന്നു. ഓക്കെ, അപ്പം ഈ ഒരു സിസ്റ്റമാണ് ക്യാപിറ്റലിസം കൊണ്ട് നടക്കുന്നത്. ഓക്കെ, ഒരു കൂട്ടം ആൾക്കാരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഓക്കെ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഇക്വാലിറ്റി ഇങ്ങനെ കൂടുമ്പോഴത്തേക്ക് എന്ത് വരുന്നു? അവിടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റും കാര്യങ്ങളും എല്ലാം കൂടുന്നു. അപ്പം ഈ ഒരു കാര്യത്തിന് ഈ എക്കണോമിക് ഇൻസ്റ്റബിലിറ്റിനെ, ഇൻഫ്ലേഷൻ എന്നൊക്കെ പറഞ്ഞ ക്യാപിറ്റലിസത്തിന്റെ കൂടെ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഇതിനെ ആര് റെസ്പോൺസിബിൾ ആക്കും? ഇതിന്റെ ഇത് മാറ്റമുള്ള എന്താണ് ഇതിന്റെ മാറ്റമുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? സ്റ്റേറ്റിനുണ്ട്. പക്ഷെ സ്റ്റേറ്റിന് ഈ പറയുന്ന രീതിയിൽ അത് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അത് ഈ പറയുന്ന ഒരു പ്രശ്നം കൗണ്ടർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നു? പബ്ലിക് വില്ല് ചോദ്യം ചെയ്യപ്പെടുന്നു. ഓക്കെ, പബ്ലിക് വില്ല് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു. പിന്നെയാണ് സോഴ്സ് ഓഫ് ലെജിറ്റിമേറ്റ് ക്രൈസിസ്, റാഷണലൈസേഷൻ ആൻഡ് ബ്യൂറോക്രാറ്റൈസേഷൻ. ദ ഇൻക്രീസിംഗ് റിലയൻസ് ഓൺ ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചേഴ്സ് ആൻഡ് റാഷണൽ ലീഗൽ അതോറിറ്റി വിൽ എഫിഷ്യന്റ് while efficient can lead to a sense of impersonality and lack of responsibility to citizens concerned. Okay, ഒരു പരിധിക്ക് മുകളിലുള്ള ഈ പറയുന്ന ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചറിനെ റിലേ ചെയ്യുന്നത് എന്താണ് പറയുന്ന രീതിയിൽ ഒരു സിറ്റിസൺസിന് ഒരു രീതിയിലുള്ള കൺസേണിലേക്ക് പോകും. കാരണം ഈ പറയുന്ന ബ്യൂറോക്രസിയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ബ്യൂറോക്രസി ഈ പറയുന്ന രീതിയിൽ ബയസ്ഡ് ആകാം. പിന്നെ റെഡ് ടൈപ്പിസം പോലെയുള്ള ബ്യൂറോക്രാറ്റിക് ലാഗ് പോലെയുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പം അവിടെ ഈ പറയുന്ന സിറ്റിസൺ കൺസേൺസിനെ എത്രത്തോളം റെസ്പോൺസ് കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്ന രീതിയിൽ ഒരു ചോദ്യം ഉയരാം. ഓക്കെ, പിന്നെയാണ് എക്കണോമിക് ഇൻഇക്വാലിറ്റി, ഗ്രോയിങ് ഡിസ്പാരിറ്റി ഇൻ വെൽത്ത് ആൻഡ് ഇൻകം എറോഡ്. ഓക്കെ, സോഷ്യൽ സോളിഡാരിറ്റി ആൻഡ് ക്രിയേറ്റ് റിസെന്റ്മെന്റ്, ചാലഞ്ചിങ് ദ ലെജിറ്റിമസി ഓഫ് ദ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച പോയിന്റാണ് എന്താണ്? എക്കണോമിക് ഇൻഇക്വാലിറ്റി കൂടും. ഈ പറയുന്ന ക്യാപിറ്റലിസത്തിന്റെ കൂടപ്പിറപ്പാണ് എക്കണോമിക് ഇൻഇക്വാലിറ്റി. അതായത്
ഈ പറയുന്ന കാശുള്ളവൻ വീണ്ടും ക്യാപിറ്റലിസം എന്ന സിസ്റ്റത്തിൽ വീണ്ടും കുറെ കാശ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ സാധാരണക്കാരൻ പാവപ്പെട്ടവൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഈ പറയുന്ന രീതിയിൽ സമൂഹത്തിന് അടുത്തിട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എക്കണോമിക് ഇൻഇക്വാലിറ്റി കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു, ഈ പറയുന്ന റിസെന്റ്മെന്റ് കൂടുന്നു. ഓക്കെ, റിസെന്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഈ പറയുന്ന രീതിയിൽ ഒരു ആൾക്കാരുടെ ഒരു പ്രശ്നം ഉടലെടുക്കുന്നു. ഓക്കെ, അപ്പം ഇതെന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ എക്കണോമിക് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ലെജിറ്റിമസിയെ ചോദ്യം ചെയ്യുന്നു. പൊളിറ്റിക്കൽ ഡിസെൻഗേജ്മെന്റ്, ഡിക്ലൈൻ ലെവൽസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ട്രസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ എക്സ്കാർബറേറ്റ് ദ ക്രൈസിസ്. ഓക്കെ, അതായത് എന്താണ്, ആൾക്കാർക്ക് ഈ പറയുന്ന രീതിയിൽ എന്തുണ്ട്, എന്തുണ്ട്, ഈ പറയുന്ന രീതിയിൽ ഒരു ക്രൈസിസ് ഉണ്ട്. അതായത് അവരുടെ കാര്യങ്ങളൊന്നും നേടിയെടുക്കാൻ കഴിയുന്നില്ല, ഭൂരിഭാഗം ആൾക്കാരുടെയും അവരുടെ ആവശ്യങ്ങളൊന്നും നേടിയെടുക്കാൻ പറ്റുന്നില്ല, നീഡ്സിനനുസരിച്ചുള്ള ഡിമാൻഡ്സിനനുസരിച്ചുള്ള നീഡ്സ് കിട്ടുന്നില്ല. അപ്പം അതേ കണക്ക് തന്നെ അവർ ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഭാഗമല്ല എന്നൊരു തോന്നൽ വരുന്നു. ഓക്കെ, ഭാഗമല്ല എന്നൊരു തോന്നൽ വരുന്നു. അപ്പൊ അവിടെ എന്ത് പറ്റുന്നു, പൊളിറ്റിക്കൽ ഡിസ്എൻഗേജ്മെന്റ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ കുറയുന്നു, അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ കുറയുന്നു. അവർക്ക് തന്നെ തോന്നൽ ഉണ്ടാവുകയാണ്, ഞങ്ങൾ ഈ സമൂഹത്തിൽ അവർക്ക് ഈ പറഞ്ഞ സിസ്റ്റത്തിൽ നിന്ന്, പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നിന്ന് അവർക്ക് ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല, അവർ ഈ പറയുന്ന രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും കണക്കാണ് എന്നൊരു തോന്നൽ വരുമ്പോൾ അവിടെ പൊളിറ്റിക്കൽ ഡിസ്എൻഗേജ്മെന്റ് ഉണ്ടാവുന്നു. അപ്പം എന്ത് പറ്റുന്നു, ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് ഒരു പറയുന്ന രീതിയിൽ ഒരു തകരാറ് സംഭവിക്കുന്നു. ആൾക്കാർ ഈ പറയുന്ന രീതിയിൽ പബ്ലിക്കിൽ പാർട്ടിസിപ്പേഷൻ കുറയുന്നു. ഓക്കെ, സബ്ജക്ട്സ് പാർട്ടിസിപ്പേഷൻ കുറയുമ്പോൾ എന്ത് പറ്റുന്നു, അവിടെ ഈ പറയുന്ന പോലെ ആൾക്കാരുടെ മുകളിലുള്ള പവർ കുറയുന്നു. പവർ കുറയുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു, അവിടെ ലെജിറ്റിമസി നഷ്ടപ്പെടുന്നു, അതോറിറ്റി നഷ്ടപ്പെടുന്നു. Loss of meaning and values. The erosion of traditional values and the rise of consumerism contribute to a sense of anomaly, a lack of shared purpose. Okay. ഈ പറയുന്ന രീതിയിൽ ട്രഡീഷണൽ കൾച്ചറൽ വാല്യൂസ് കുറയുന്നു, കൺസ്യൂമറിസം കൂടുന്നു. കൺസ്യൂമറിസം കൂടുന്നു എന്ന് പറഞ്ഞാൽ ആൾക്കാർ കുറച്ചും കൂടെ മെറ്റീരിയൽ ആവുന്നു. ഓക്കെ, ആൾക്കാർക്ക് കുറച്ചുകൂടെ മെറ്റീരിയൽ, ഈ ട്രഡീഷണൽ വാല്യൂസ് കുറയുമ്പോൾ എന്താണ്, ഈ സൊസൈറ്റിയിലുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ടല്ലോ, സൊസൈറ്റി നിർത്തുന്ന നമ്മൾ ഈ പറയുന്ന വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോറൽ ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ള വാല്യൂസ് എന്ത് പറയുന്നു, താഴോട്ട് പോകുന്നു. ആൾക്കാർ കൂടുതൽ മെറ്റീരിയൽ ആകുന്നു, കൺസ്യൂമറിസം കൂടുന്നു, ആൾക്കാർ കൂടുതൽ ഇൻഡിവിജ്വൽ എന്ന രീതിയിലേക്ക് അങ്ങ് ചുരുങ്ങുന്നു. അപ്പോഴത്തേക്ക് അവിടെ എന്ത് വരുന്നു, ഈ ലാക്ക് ഓഫ് ഷെയർഡ് പർപ്പസ് വരുന്നു, ഈ സമൂഹം നിലനിർത്തേണ്ട ഒരു മീനിങ് നഷ്ടപ്പെടുന്നു. ഓക്കെ, ആൾക്കാർ എന്താണ്, കൺസ്യൂമറിസം കൂടുന്നു, മെറ്റീരിയലിന്റെ പുറകെ പോകുന്നു, ഈ പറയുന്ന രീതിയിൽ ചുരുങ്ങുന്നു, വ്യക്തി എന്ന രീതിയിലേക്ക് മാത്രം ചുരുങ്ങുന്നു. സമൂഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിന് ഒരു കളക്റ്റീവായിട്ട് കിട്ടേണ്ട ആവശ്യങ്ങളെ തിരസ്കരിക്കുന്നു. ഓക്കെ, മെറ്റീരിയൽ ആവശ്യങ്ങൾ മാത്രം നടന്നാൽ മതി എന്നൊരു രീതിയിലേക്ക് ചിന്ത പോകുന്നു. ഓക്കെ, അതാണ് ഈ കൺസ്യൂമറിസം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് അവിടെ എന്താണ്, ഒരു ഇറോഷനാണ്. ഓക്കെ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ വാല്യൂസിന്റെ ഒരു ഇറോഷനാണ് സമൂഹത്തിൽ സംഭവിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ലെജിറ്റിമസി ക്രൈസിസ്. ഈ പറഞ്ഞ രീതിയിൽ ലെജിറ്റിമസി പോകുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന നിയമാനുസൃതമായ അധികാരം, ഓക്കെ, അല്ലെങ്കിൽ സമൂഹം ഈ പബ്ലിക് കൊടുക്കേണ്ട പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് കൊടുക്കേണ്ട ലെജിറ്റിമസി കുറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇറോഡ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അവിടെയാണ് ഈ പറയുന്ന ക്രൈസിസ് ഉണ്ടാവുന്നത്. അപ്പൊ അത് ഏതൊക്കെ മുഖേന നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് വരാം, പ്രൊട്ടസ്റ്റിലൂടെ വരാം, സമരങ്ങളിലൂടെ അത് മാനിഫെസ്റ്റ് ചെയ്യാം. വൈഡ് സ്പ്രെഡ് പ്രൊട്ടസ്റ്റ് ആൻഡ് സോഷ്യൽ മൂവ്മെന്റ്സ് സച്ച് ആസ് ദ ഒക്കുപൈ മൂവ്മെന്റ് ഓർ ദ ഗിലറ്റ്സ് ജോൺസ് ഇൻ ഫ്രാൻസ് റിഫ്ലക്ട് ഡീപ് ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് സ്റ്റാറ്റസ് കോ. ഓക്കെ, അതായത് ഈ ഒക്കുപൈ മൂവ്മെന്റും ഗിലറ്റ്സ് ജാനോസ് ഇൻ ഫ്രാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സമരങ്ങളാണ്. ഇപ്പം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സമരങ്ങളുണ്ട്. ഇപ്പൊ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ്. ഓക്കെ, ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റാറ്റസ് കോന് അല്ലെങ്കിൽ നിലവിലെ സിസ്റ്റത്തിനെതിരെ വന്ന ഒരു സാധനമാണ്. ഓക്കെ, rise of populism. Populist movement often capitalize on the legitimacy crisis by appealing to popular discussion and offering simplistic solution to complex problems. Okay, പോപ്പുലിസം. അപ്പം ഈ ഇടയ്ക്ക് വന്നൊരു കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു സംഭവം വന്നിരുന്നു. അതിപ്പോ എന്താണ്, സെൻട്രൽ ഗവൺമെന്റ് തന്നെ ആ പേജൊക്കെ അടിച്ചു കളഞ്ഞു. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പേജ് വന്നതിന്റെ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അതായത് നമ്മുടെ പുള്ളിക്കാരുണ്ടല്ലോ, ഇവിടുത്തെ CG എന്താണ്, നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരിക്കുന്ന നമ്മുടെ പുള്ളിയുടെ പേരെന്താണ്, സൂര്യകാന്ത് അല്ലെ? സൂര്യകാന്ത് എന്ത് പറഞ്ഞു, സൂര്യകാന്ത് അത് തന്നെ. സൂര്യകാന്ത് പറഞ്ഞു ഈ ആൾക്കാരെന്താ, ഈ പറയുന്ന യുവാക്കള് എന്താണ്, കോക്രോച്ചസിനോട് ഉപമിച്ചുകൊണ്ട് പറഞ്ഞു കുറെ യുവാക്കൾ ഇറങ്ങിയിട്ടുണ്ട്, പൊളിറ്റിക്കൽ ആക്ടിവിസവും RTIയും അതും ഇതെന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ ഈ സിസ്റ്റത്തെ നശിപ്പിക്കുന്ന കോക്രോച്ചസ് ആണ് എന്ന രീതിയിൽ ഒരു കമന്റ് പറഞ്ഞു. ഓക്കെ, ഒരു വിധിയുടെ ഇടയ്ക്ക് ആ കമന്റ് കയറി വൈറലാവുകയും ആ കമന്റ് ഏറ്റെടുത്തുകൊണ്ട് ഒരു കൂട്ടം യുവാക്കൾ, ഇപ്പം അതിന്റെ പേജിന്റെ അഡ്മിൻ ഇന്ത്യയിലുള്ള ആളല്ല, അയാൾ പുറത്താണ്, ലണ്ടനിലോ UK കൊണ്ട് ജീവിക്കുന്ന ഒരു ഇന്ത്യക്കാരനാണ്. ഓക്കെ, ഇന്ത്യൻ സിറ്റിസൺ അല്ല, ഇന്ത്യൻ ഒറിജിനൽ ആളാണ്, ഇന്ത്യൻ ഡയസ്പോറയിൽ പെടുന്ന ആൾക്കാരാണ്. പുള്ളി കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ് ഈ പറയുന്ന ഇപ്പോഴത്തെ റൈറ്റ് വിങ് ഗവൺമെന്റിനെതിരെ ഒരു സാധനം കൊണ്ടുവരികയും അതൊരു പോപ്പുലിസ്റ്റ് മൂവ്മെന്റ് ആണ്. ഓക്കെ, ഒരു ജെൻസി മൂവ്മെന്റ് ആയിരുന്നു. അതായത് ഈ പറയുന്ന കുറച്ച് യുവാക്കൾ ചേർന്ന് തുടങ്ങി. അതിന് 10, 11, 12 മില്യൺ ആയപ്പോഴത്തേക്ക് എന്തായി, ആ പേജ് പൊട്ടിച്ചു. മറ്റേ പേജ് പൊട്ടിച്ചു, അല്ലെങ്കിൽ ഗവൺമെന്റ് ആ പേജ് പൊട്ടിച്ചു. കാരണം അത് വലിയൊരു പ്രശ്നമാണ്. ഓക്കെ, അതൊരു പോപ്പുലിസം ആണ്.
അവരെന്താണ് ഈ കോംപ്ലക്സ് ആയിട്ട് നിൽക്കുന്ന സിസ്റ്റത്തിന് കുറെ സിമ്പിൾ സൊല്യൂഷൻസ് ആയിട്ട്, അതായത് ഇങ്ങനെയൊക്കെ ചെയ്ത് അട്ടിമറിക്കുക എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവരുന്നു. അതൊരു പോപ്പുലിസ്റ്റ് മൂവ്മെന്റ് ആണ്. അപ്പൊ അതൊക്കെ എന്താണ് ഈ പറയുന്ന രീതിയിൽ ഡിസ്കണ്ടന്റ് വരികയാണ്. ഓക്കെ, ഇപ്പം എന്താണ് ഈ പറയുന്ന രീതിയിൽ പൊളിറ്റിക്കൽ സിസ്റ്റം ഇറോഡ് ആവുന്നതിന്റെ ഒരു ലക്ഷണമാണ് ആ കാണുന്നത്. ഓക്കെ, അതായത് ആൾക്കാർക്ക് സാറ്റിസ്ഫൈഡ് അല്ല, ആൾക്കാർ ഈ പറയുന്ന രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ്. ഓക്കെ, സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരെ സാറ്റിസ്ഫൈ അല്ലെങ്കിൽ കുറച്ച് എലൈറ്റ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാത്രം വർക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന റൈസ് ഓഫ് പോപ്പുലിസം ഉണ്ടാവുന്നു. ഓക്കെ, political polarization, increased political polarization and the breakdown of consensus building mechanisms further undermine the legitimacy of the political system. Okay, political polarization ഉണ്ടാകും. അതായത് ഈ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ചുമ്മാ വോട്ട് ബാങ്ക് ആയിട്ട് മാത്രം മാറുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ എന്തായാലും ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ചുമ്മാ വോട്ട് ബാങ്ക് ആയിട്ട് മാത്രം മാറുന്നു. അപ്പോൾ അവർ പൊളിറ്റിക്കലി പോളറൈസ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അവർക്ക് ഈ പറയുന്ന രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കപ്പെടുന്നതും ഇല്ല, അവർ ഈ പറയുന്ന രീതിയിൽ ചുമ്മാ എന്താണ് ഈ പറയുന്ന ഒരു വോട്ട് ബാങ്ക് ആയിട്ട് മാത്രം മാറുന്നു. അപ്പോൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നു. അവരുടെ വോയിസ് ഉണ്ടായാലും എന്തിലേലും കണക്കാണ് എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നിന്ന് വിട്ടു നിൽക്കുന്നു. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ലെജിറ്റിമസിയാണ്, സർക്കാരിന്റെ ലെജിറ്റിമസിയാണ് അത് ബാധിക്കുന്നത്. ഓക്കെ, ഇറോഷൻ ഓഫ് ട്രസ്റ്റ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡിക്ലൈനിങ് പബ്ലിക് ട്രസ്റ്റ് ഇൻ ഗവൺമെന്റ്, മീഡിയ ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീക്കൻ ദെയർ എബിലിറ്റി ടു ഫംഗ്ഷൻ എഫക്റ്റീവ്ലി. ഓക്കെ, അപ്പം പബ്ലിക് ട്രസ്റ്റ് എന്ത് ചെയ്യുന്നു, ഡിക്ലൈൻ ആകുന്നു. ഓക്കെ, നമ്മൾ ഇത്ര നേരം പറഞ്ഞ പോയിന്റ്സ് ആണ്. പൊട്ടൻഷ്യൽ പാത്വേസ് ടു റിസ്റ്റോർ ലെജിറ്റിമസി. അപ്പൊ ലെജിറ്റിമസി റിസ്റ്റോർ ചെയ്യാനുള്ള പാത്വേസ് എന്താണെന്ന് നോക്കാം. ഹേബർമാസ് ബിലീവ് ദാറ്റ് റിസ്റ്റോറിംഗ് ലെജിറ്റിമസി റിക്വയർസ് സ്ട്രെങ്തനിങ് ദ പബ്ലിക് സ്പിയർ ആൻഡ് ഫോസ്റ്ററിംഗ് കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ. ഓക്കെ, ഹേബർമാസ് എന്താണ് പറയുന്നത്, പബ്ലിക് സ്പിയറിനെ സ്ട്രെങ്തൻ ചെയ്തെടുക്കുക. ഓക്കെ, ഈ എല്ലാവരും ആണ് പബ്ലിക് സ്പിയർ എന്ന് പറഞ്ഞാൽ എലൈറ്റ്സ് മാത്രം അടങ്ങുന്ന കാര്യമല്ല, എല്ലാവരും സമൂഹത്തിലെ എല്ലാ ജാതിഭേദ എക്കണോമിക് പെർസ്പെക്ടീവ്സ് അന്യ എന്താണ് എല്ലാവരും അടങ്ങുന്ന സ്പിയറിനാണ് നമ്മൾ പബ്ലിക് സ്പിയർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്ത് വേണം, ഒരു ഫോസ്റ്ററിംഗ് കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ. ഓക്കെ, കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷനെ കുറിച്ച് നമ്മൾ പഠിച്ചാണ്, ഹേബർമാസിന്റെ തന്നെ ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഓക്കെ, പ്രൊമോട്ടിംഗ് ഡെലിബറേറ്റീവ് ഡെമോക്രസി, ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സിറ്റിസൺസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഇൻഫോംഡ് ആൻഡ് റീസെന്റ് ഡിബേറ്റ്സ് ഓൺ പബ്ലിക് ഇഷ്യൂ. നമ്മൾ ഡെലിബറേറ്റീവ് ഡെമോക്രസിയെ കുറിച്ച് പഠിച്ചാണ്, ഹേബർമാസിന്റെ തന്നെ ഐഡിയ. ഓക്കെ, ആൾക്കാരെ ഈ പറയുന്ന പബ്ലിക് സ്പിയറിൽ മാക്സിമം ഇൻവോൾവ് ആക്കുക, അവരെ കൊണ്ട് ഭയങ്കര റാഷണൽ ആയിട്ടുള്ള ഭയങ്കര റീസണബിൾ ആയിട്ടുള്ള ഡിസ്കഷനിൽ ഏർപ്പെടുത്തുക, പറയുന്ന പൊളിറ്റിക്കൽ റിഫോംസ് കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലുള്ള ഡിസ്കഷൻസിൽ ഏർപ്പെടുക. ഓക്കെ, അപ്പം അത് ഡെലിബറേറ്റ് ഡെമോക്രസിയിലൂടെ. സ്ട്രെങ്തനിങ് സിവിൽ, അവരും ഈ പറയുന്ന സൊസൈറ്റിയുടെ പാർട്ടാണ്. ഓക്കെ, പബ്ലിക് സ്പിയറിൽ പെടുന്ന എല്ലാവരും ഈ സൊസൈറ്റിയുടെ പാർട്ടാണെന്നൊരു തോന്നൽ കൊണ്ടുവരിക. സ്ട്രെങ്തനിങ് ദ സിവിൽ സൊസൈറ്റി, സപ്പോർട്ടിംഗ് ഇൻഡിപെൻഡന്റ് മീഡിയ, NGOs and other civil society organization that can hold power accountable. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, ഈ സിവിൽ സൊസൈറ്റീസിനെ നമ്മൾ പരിഗണിക്കണം. ഓക്കെ, അത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളാകാം, മീഡിയ ഗ്രൂപ്പുകളാകാം, NGO-കളാകാം, ഓക്കെ, ഈ സിവിൽ സൊസൈറ്റിയിൽ പെടുന്ന എല്ലാ ഓർഗനൈസേഷൻസും ആകാം. അപ്പം അവരും എന്താണ്, അവരും സൊസൈറ്റിയുടെ പാർട്ടെന്ന് അക്നോളജ് ചെയ്യുക, അവരുടെ വോയിസും എടുക്കുക. ഓക്കെ, കാരണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൊസൈറ്റിനെ അക്കൗണ്ടബിൾ ആക്കി അല്ലെങ്കിൽ സിസ്റ്റത്തിനെ അക്കൗണ്ടബിൾ ആക്കി വെക്കുന്നതിൽ ഇവർക്ക് വലിയ റോൾ ഉണ്ട്. റിഫോമിംഗ് പബ്ലിക് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മേക്കിംഗ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മോർ ട്രാൻസ്പെറന്റ്, അക്കൗണ്ടബിൾ ആൻഡ് റെസ്പോൺസീവ് ടു സിറ്റിസൺസ് കൺസേൺ. ഓക്കെ, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എന്താക്കുക, ഈ പറയുന്ന രീതിയിൽ അക്കൗണ്ടബിൾ ആക്കുക, ട്രാൻസ്പെറന്റ് ആക്കുക, ഈ പറയുന്ന റെഡ് ടേപ്പിസം കുറയ്ക്കുക, കറപ്ഷൻ കുറയ്ക്കുക. ഇപ്പം RTI ആക്ട്, ഇന്ത്യയിൽ RTI ആക്ട് നിലവിൽ വന്നത് ഇതേപോലത്തെ റിഫോം ആണ്. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ട്രാൻസ്പെറന്റ് ആക്കാൻ വേണ്ടിയാണ് റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് ഒക്കെ വന്നത്. ഓക്കെ, അപ്പൊ എന്താ, റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഉണ്ടായ ഭയങ്കര റെവല്യൂഷണറി ആയിട്ടൊരു ആക്ട് ആണ്. ഓക്കെ, കാരണം എന്താണ്, ഈ ഹോൾ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ പബ്ലിക് സിസ്റ്റത്തിനെ ഫുൾ എന്ത് ചെയ്തു, ട്രാൻസ്പെറന്റ് ആക്കി കളഞ്ഞു റൈറ്റ് ഇൻഫർമേഷൻ ആക്ട്. ഓക്കെ, അപ്പം അതും ഈ പറഞ്ഞ പോലെ റിഫോമിംഗ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പം ഇങ്ങനത്തെ രീതിയിലൊക്കെ എന്താണ്, അഡ്രസ്സിംഗ് എക്കണോമിക് ഇൻഇക്വാലിറ്റി, ഇംപ്ലിമെന്റിംഗ് പോളിസി ടു റെഡ്യൂസ് എക്കണോമിക് ഡിസ്പാരിറ്റി ആൻഡ് പ്രൊമോട്ട് സോഷ്യൽ ജസ്റ്റിസ്. അപ്പൊ എന്താണ് ഈ പറയുന്ന രീതിയിൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഡിപ്രൈവ്ഡ് ആൾക്കാരുടെ പ്രശ്നങ്ങളെ അംഗീകരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പരിഹാരം കണ്ടെത്തുക. അപ്പം ഈ രീതിയിലൊക്കെ മെഷേഴ്സ് എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ലെജിറ്റിമസിക്ക് ഉണ്ടാകുന്ന ക്രൈസിസിനെ കൗണ്ടർ ചെയ്യാമെന്നാണ് ഹേബർമാസ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ലെജിറ്റിമസിയെ കുറിച്ച് ഹേബർമാസ് പറയുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മതി, സിവിൽ സൊസൈറ്റി തുടങ്ങിയാൽ തീർക്കാൻ പറ്റില്ല. ഇപ്പൊ സിവിൽ സൊസൈറ്റിയും ഐഡന്റിറ്റി പൊളിറ്റിക്സും കൂടെ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് ഉടനെ തീർക്കാം. എനിക്ക് ഒരു ക്ലാസ് കൊണ്ട് തീരും, അതായത് നമുക്ക് നാളത്തെ ക്ലാസ് കൊണ്ട് തീരുമായിരിക്കും. അതായത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തെടുക്കാം. ഈ മാസം തന്നെ തീരില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.